ഓ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു കുടുംബക്ഷേത്രം, ആ കുടുംബക്ഷേത്രത്തിൽ ശ്രീ ഭഗവതിയുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് അങ്ങനെ ഒരു പ്രഭാഷണം നടത്തുക. ശാന്തമായ അന്തരീക്ഷം. കയറി വന്നപ്പോൾ ഇന്ന് കൊടിയേറ്റമൊക്കെ കഴിഞ്ഞ് കൊടിക്കൂറ പൊങ്ങിയിരിക്കുന്നു. രഥം ശരി റെഡിയായി നിൽക്കുന്നുണ്ട് അലങ്കരിച്ചിട്ട്. അന്നദാന പന്തലിൽ അന്നദാനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ണിന് ശുഭകരമായ കാഴ്ചകളാണ്. വേദം പറയുന്നത് ഓം ഭദ്രം കർണേഭ്യേ, എൻ്റെ ചെവിയിൽ ഭദ്രമായ കാര്യങ്ങൾ കേൾക്കുമാറാകണമേ. അതുപോലെ ഭദ്രം പശ്യാമി, എൻ്റെ കണ്ണുകളിൽ ഭദ്രമായ കാര്യങ്ങൾ കാണാനാകണമേ. അപ്പം എന്താ, ഈ കണ്ടതൊക്കെ ഭദ്രമായ കാര്യങ്ങളാ. നേരെ മറിച്ച് വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് കണ്ടാലോ, അത് നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ വിഷമായി. നമ്മളാരും ആവില്ല, എങ്കിലും നമ്മുടെ മനസ്സിന് ഭദ്രമായ കാര്യം അല്ല അത്. അതുകൊണ്ടാണ് വേദം ഭദ്രം കർണേഭി, എൻ്റെ കർണത്തിൽ എൻ്റെ ചെവിയിൽ ഭദ്രമായ കാര്യങ്ങൾ കേൾക്കുമാറാകണമേ. ഇങ്ങനെ ഒരു കുടുംബക്ഷേത്രം എന്ന സങ്കല്പം എന്തുകൊണ്ടാണ് ഉണ്ടായേ? കുറേ വീടുകളിലെ കുടുംബക്ഷേത്രങ്ങൾ അവരുടെ കുലദേവത, പ്രത്യേകിച്ച് പറയുക എന്താണോ ധർമ്മദൈവം, ആ ദേവതയെ കൊണ്ടാടാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ക്ഷേത്രങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അതിലും ഉയർന്നു നിൽക്കുന്നത് നമ്മളുടെ കുലദേവതയാണ്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യം, വിജയം എന്നിവ ഉണ്ടാകണമെങ്കിൽ അവൻ അവൻ്റെ കുലദേവതയെ ആരാധിക്കണം. അത്രേ ചെയ്യേണ്ടതുള്ളൂ. കുലദേവത തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ആയി. ഇപ്പോൾ ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ പൂജാമുറിയിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആരെ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ നമ്മളുടെ കുലദേവതകളെ പ്രാർത്ഥിക്കണം എന്നാ പറയുക. അതായത് ഏതൊരു കുടുംബമായാലും അവർക്ക് ഒരു കുടുംബ പരദേവത ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാവർക്കും ഉള്ളത് ദേവീ സങ്കല്പമാണ്. കുറച്ച് പേർക്ക്, പണിക്കന്മാരൊക്കെ കണ്ടിട്ടുണ്ട്, അവർക്ക് സുബ്രഹ്മണ്യനായിരിക്കും. ഈ രണ്ട് പ്രതിഷ്ഠകളാണ് പൊതുവെ കുലദേവതകളായി അല്ലെങ്കിൽ ധർമ്മദൈവമായിട്ട് ആരാധിക്കപ്പെടുന്നത്. ഇനി ഇവിടെ ഭദ്രം കർണേഭി പറഞ്ഞു, ഭദ്രം ആയ കാര്യങ്ങൾ കേൾക്കുന്നു. അതിന് നമ്മളെ നയിക്കുന്നത് എങ്ങോട്ട്? ആരാ? ശ്രീ ഭഗവതി. ഇവിടെ മുകളിലായി തന്നെ നിങ്ങളുടെ നോട്ടീസിലും കണ്ടു, ശ്രീ ഭദ്രകാളി രൂപത്തിലാണ് കണ്ടത്. എന്തുകൊണ്ടാ ഭദ്രകാളിയെ തന്നെ കുലദേവതയായി നമ്മളുടെ കാരണവന്മാര് പ്രതിഷ്ഠിച്ച് കാണുക? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമ്മളുടെ ഈശ്വര സങ്കല്പം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതീശ്വരി മഹാമായ പലതരത്തിൽ അവതാരങ്ങൾ എടുത്തു. അത് ആദ്യം പറയുമ്പോൾ നമ്മളുടെ നവരാത്രിയിലെ 3 ദേവതാ സങ്കല്പങ്ങൾ അതെല്ലാവർക്കും അറിയാം. ആരൊക്കെയാ? ലക്ഷ്മി,
പാർവതി, സരസ്വതി. അതേസമയം കുറച്ച് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ദുർഗ. അപ്പൊ കടമ്പുഴ പോയി കഴിഞ്ഞാൽ എന്താ, വനദുർഗ. ചില സ്ഥലങ്ങളിൽ പോയാൽ ക്ഷേത്രം തന്നെ വെള്ളത്തിലാണ് നിൽക്കുന്നത്, അത് ജലദുർഗ. ഇതിനും അപ്പുറം നമ്മൾ കാണുന്ന എല്ലാ ദേശങ്ങളെയും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന തട്ടകത്തമ്മയാണ് ഭദ്രകാളി. ആരാണ് ഭദ്രകാളി? ഭദ്രം കരോതി ഇതി ഭദ്രകാളി. ഭദ്രമായ കാര്യങ്ങൾ നമുക്ക് ആരാണോ ചെയ്തു തരുന്നത് ആ ദേവതയെ ഭദ്രകാളി. എല്ലാം ഭദ്രമല്ലേ എന്ന് ചോദിക്കില്ലേ? അടച്ചു ഭദ്രാക്കി വെച്ചു പറയില്ലേ പണപ്പെട്ടി. ഇങ്ങനെയാണെങ്കിൽ ഭദ്രകാളിയുടെ സവിശേഷത എന്താണ്? ഭദ്രകാളിയെ പൂജിച്ചാലുള്ള ഗുണം എന്താണ്? ഭദ്രം കരോതി ഇതി ഭദ്രകാളി. എല്ലാ തട്ടകങ്ങൾക്കും എല്ലാ ദേശങ്ങൾക്കും ഭദ്രം നൽകുന്നവളാണ് തട്ടകത്തമ്മയായ ഭദ്രകാളി. ഇനി തട്ടകത്തമ്മ എന്ന് പറഞ്ഞ് ദേശവരവൊക്കെ ഉണ്ടാവുന്നുണ്ട്, പൂരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയും ഭദ്രകാളിയെ നമ്മൾക്ക് കാണാൻ കഴിയാം. കാരണം ഒരു തട്ടകത്തെ മുഴുവൻ, ആ ദേശത്തെ മുഴുവൻ ഭദ്രമായി കാത്ത് പരിപാലിക്കുന്ന ദേവതയാണ് ഭദ്രകാളി. അതേസമയം ഭദ്രകാളിയെ പൂജിച്ചാൽ നമുക്ക് ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് സാധിക്കും. കൂടാതെ നോളജ്, അറിവുണ്ടാകാൻ ഭദ്രകാളി പൂജ, ദേവി പൂജ വിശിഷ്ടമാണ്. അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി, നമുക്ക് ഒരുപാട് ആഗ്രഹം പലതും നേടണം എന്ന്. സമ്പൽ സമൃദ്ധി വേണോ, ഭദ്രകാളിയെ പൂജിച്ചോളൂ. പല കുടുംബങ്ങൾ നോക്കിയിട്ടുണ്ടോ, ദുരിതത്തിൽ കിടക്കുകയായിരിക്കും, പല പ്രശ്നങ്ങളായിരിക്കും. ചില വീടുകളിലേക്ക് ക്ഷണിക്കും അവരെ, പ്രഭാഷകരെ കൊണ്ടുപോയ ഒരു പോസിറ്റീവ് എനർജിയാന്നുള്ള വിശ്വാസത്തിലാണ് ആ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, ഫുൾ നെഗറ്റീവ് എനർജി ആയിരിക്കും ആ വീട്ടില്. കാരണം എന്താണെന്നോ, ദുരിതങ്ങളാ. ഒരു മെഡിക്കൽ ഷോപ്പ് തന്നെ ഉണ്ടായിരിക്കും ഒരു അലമാരയുടെ ഉള്ളില്. എന്തുകൊണ്ടാ? നമ്മളുടെ ആചാരങ്ങൾ പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഒരു കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര ഉഷാറായിട്ടാ ഔട്ടുപുരയിലൂടെ ഓടി നടന്നല്ലേ? ആണുങ്ങളെക്കാൾ ഉഷാറിലാണ് സ്ത്രീകൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത്. കാരണം എന്താണോ, സ്ത്രീക്കാണ് ശക്തി കൂടുതൽ, കോഓർഡിനേഷൻ പവർ കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ്. ഒരു വീട് സുന്ദരമായി കൊണ്ടുപോകുമ്പോൾ ഒരു എഞ്ചിനീയറേക്കാൾ ബുദ്ധി ഒരു സ്ത്രീക്ക് വേണത്രേ. അതുകൊണ്ടാണ് സ്ത്രീയുടെ കയ്യിൽ ഭദ്രമായിട്ട് ഒരു കുടുംബം ഏൽപ്പിച്ചത്. ഇനി എന്തുകൊണ്ടാ ഈ ദുരിതനാശത്തിന് ഭദ്രകാളിയെ തന്നെ നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കുന്നത്? സർവ്വ ദുരിതങ്ങളും തീർക്കാനുള്ള കഴിവ് ഭദ്രകാളിക്ക. കാരണം വേദങ്ങളിൽ ഭദ്രകാളിയെ കുറിച്ച് പറയുന്നത് പഞ്ചഭൂതങ്ങളിലെ അഗ്നിയാണ് ഭദ്രകാളി. നമ്മൾ പറയാം ആകാശം, വായു, ഭൂമി, ഇതൊക്കെ അറിയാം പഞ്ചഭൂതങ്ങൾ. പക്ഷെ അതിലെ അഗ്നിക്ക് തുല്യമായി ഉഗ്രരൂപമായി ഉഗ്രസ്വരൂപിയായി നിൽക്കുന്ന ദേവതയാണ് ഭദ്രകാളി. അപ്പൊ അമ്മയ്ക്ക് എന്തേ വേണ്ടൂ? കാരണം അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ, എല്ലാം ക്ഷമിക്കുന്ന കോടതിയാണ്. അച്ഛനോട് ചോദിക്കാൻ കുട്ടികൾക്ക് ചെറിയൊരു പേടി, ഭയമൊക്കെ ഉണ്ടാവും. പക്ഷെ എവിടെ എല്ലാം വെക്കാം, അമ്മയുടെ മുന്നിലാണ് എല്ലാ കംപ്ലൈന്റും കുട്ടികൾ നിരത്തി വെക്കാറ് അല്ലേ? എന്താ കാരണം? അമ്മ കരുണാമയിയാണ്. നിങ്ങളിവിടെ ലളിതാ സഹസ്രനാമം വെച്ചിട്ടില്ലേ? ലളിതാ സഹസ്രനാമത്തേക്കാൾ വലുതായി ഒന്നും ഇല്ല. നിനക്ക് ഐശ്വര്യം വേണോ, ദുരിതങ്ങൾക്ക് നിവാരണം വേണോ, അമ്മയുടെ 1000 നാമങ്ങൾ അങ്ങനെ ജപിച്ചോളൂ. നിങ്ങളെല്ലാവരും അവിടെ ചേർന്നിരുന്ന് ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യതാന്നും പറഞ്ഞ് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അരമണിക്കൂറേ വേണ്ടൂല്ലേ? അതുപോലെ അർച്ചന, ഇവിടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാണ്. ഭദ്രയെ പോലെ തന്നെ ഭദ്രകാളിയുടെ പ്രത്യേകത എന്താ? സമ്പൂർണ്ണ കലകളോടെയുള്ള മഹാദേവന്റെ അവതാരമാണ്. മഹാദേവന്റെ ആ 3ാം തൃക്കണ്ണിൽ നിന്നാണ് ശ്രീഭദ്ര ജനിക്കുന്നത്. ആ സമ്പൂർണ്ണ കലകളോടെയുള്ള ആ ഭഗവതിയെ ചന്ദനം ചാർത്തി അലങ്കരിച്ച് അങ്ങനെ ഇരുത്തിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒന്നിനും ഒരു കുറവില്ലാന്ന്. മുഖമണ്ഡപം നോക്കൂ, എത്ര പേർക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം? സുഖമായിട്ട് വിളക്കർച്ചന നടത്താം. വിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ പോലെയാ. ശരീരത്തിന്റെ പ്രത്യേകത എന്താ? ചൂടുണ്ട് നമ്മുടെ ശരീരത്തിന് അല്ലേ? എപ്പോഴാ ചൂടാറുക? മരണം സംഭവിക്കുമ്പോൾ. ഈ വിളക്കിന്
കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കിന് എന്തുണ്ട്? ഒരു ചൂടുണ്ട്. പക്ഷേ ഈ ചൂട് അറിയണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് ചെല്ലണം? വിളക്കിൻ്റെ അടുത്തേക്ക്, അഗ്നിയുടെ അടുത്തേക്ക് ചെല്ലണം. അതുപോലെയാണ് ശ്രീഭദ്ര. നമ്മൾ എൻ്റെ കുലദേവതയാ, കുടുംബദേവതയാ പറഞ്ഞ് വീട്ടിൽ അവിടെ ഇരുന്ന ഇവിടെ വിളക്കർച്ചനയിൽ കൂടാൻ പറ്റുമോ? ഇല്ല. പ്രഭാഷണത്തിൽ കൂടാൻ പറ്റുമോ? ഇല്ല. അത്രയും സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമാണത്രേ ഇങ്ങനെ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരുന്ന് ഒരു സത്സംഗം കൂടാൻ കഴിയും. സത്സംഗത്തിന് ആളുകൾ കുറവായിരിക്കുന്ന പൊതുവെ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട്. കാരണം എന്താണോ, ഇപ്പോൾ മത്സ്യ മാർക്കറ്റുകളിൽ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതാട്ടോ, തിരക്ക് കൂടുതലാവുത്രേ. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ശവം വാങ്ങി തിന്നല്ലേ. അതേസമയം രത്നം വിൽക്കുന്ന ഒരു ജ്വല്ലറി, ഇപ്പോൾ ഗോൾഡിന് തന്നെ രത്നത്തിനെ പോലെ വിലയായി, ഒരു ജ്വല്ലറിയിലോ വളരെ തിരക്ക്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് തിരക്ക് കുറവല്ലേ. അതുപോലെയുള്ള രത്നങ്ങളാണത്രേ ക്ഷേത്രാങ്കണത്തിൽ സത്സംഗത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം അത് വാങ്ങാൻ കുറച്ച് വില ഉള്ളവരെ വരൂ, കയ്യിൽ ധനം ഉള്ളവരെ ജ്വല്ലറിയിൽ കയറൂ. ഇവിടെ എങ്ങനെ ധനമുള്ളവരാ വരിക? കയ്യിൽ ധനമൊന്നും വേണ്ട, ഭഗവതിക്ക് ഒന്നും വേണ്ട. ആ മുറ്റത്ത് നിൽക്കുന്ന ഇത്തിരി തെച്ചിപ്പൂവ്, ഒരു തുളസിപ്പൂവ് അറുത്ത് ഇങ്ങോട്ട് ചുവന്ന പുഷ്പങ്ങൾ, എന്താ രക്തപുഷ്പാഞ്ജലിയാണ് കഴിക്കുക. എന്താ രക്തവർണം ഉള്ള പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന നടത്തുന്നതാ രക്തപുഷ്പാഞ്ജലി. അതിൽ 4 ചെമ്പരത്തി പൂവും കൂടി ആയാൽ സന്തോഷമായി. ഒരു കുടന്ന പൂവായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അത് തന്നെയാണ് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ധനം എന്നാ പറയുന്നത്. നമ്മളുടെ ആത്മീയമായ ഉണർവ്, ആത്മീയമായ ഉന്നതി, അറിവ്, അതിനാണ് എന്ത്? സത്സംഗങ്ങൾ. അങ്ങനെയുള്ളവരെ സത്സംഗ വേദിയിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ കൂട്ടുപരയിൽ എത്ര ആളുണ്ടായിരുന്നു? നീ ഊണ് കഴിക്കാറായാലും ഇങ്ങനെ ഇതേപോലെ കുറേ ആൾ വരും. പക്ഷെ എന്തോ പരിപാടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിലും ആളുണ്ടായിന്ന് പറഞ്ഞു. എങ്കിലും ഒരു സത്സംഗം ക്ഷേത്രാങ്കണത്തിൽ വെക്കുക. ഈ ആല് പുറത്ത് വിടുന്ന ഓക്സിജനും ശ്വസിച്ച് ആ ദേവീ രൂപത്തിലേക്ക്, മംഗളകാരിയാണ് ഭദ്ര എന്ന് പറയുമ്പോൾ, ആ ഭദ്രയുടെ രൂപവും നോക്കി ഈശ്വര കഥകൾ അങ്ങനെ കേട്ടിരിക്കുക. അതിലും വലിയ ഒരു സുഖം വേറെ ഇല്ല. അപ്പോൾ കുടുംബ പരദേവതയുടെ പ്രത്യേകത മനസ്സിലായില്ലേ? കുലദേവതകളെ പ്രാർത്ഥിക്കാഞ്ഞാൽ ഒന്നും ശരിയായിട്ട് നടക്കില്ല. ഇപ്പം രാവിലെ തുളസി തീർത്ഥം കുടിക്കണം. വടക്കോട്ടങ്ങോട്ട് തിരിഞ്ഞു നിന്നു. മോതിരവിരൽ എന്താ കാണിക്കുന്നത്? ജലം. ഈ പഞ്ചഭൂതങ്ങളാണ് ഈ 5 വിരലുകളെ പ്രതിനിധീകരിക്കുക. ഇതിൽ രണ്ടാമത്തെ മോതിരവിരൽ ജലത്തെ പ്രതിനിധീകരിക്കുന്നു. ആ ജലത്തെ പ്രതിനിധീകരിക്കുന്ന മോതിരവിരൽ തുളസി തീർത്ഥം ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് സ്ഥല കുല ദേവതകളെ പ്രാർത്ഥിക്കണം എന്ന് ആചാര്യൻ പറയാം. നമ്മുടെ സ്ഥലത്തിനും നമ്മുടെ കുലത്തിനും ഒരു ദേവതയുണ്ട്. അപ്പോൾ നമ്മളുടെ കുലദേവത എന്ന് പറയുമ്പോൾ എത്രത്തോളം ശ്രേഷ്ഠമാണ്. ഇപ്പം ഞങ്ങളുടെ തറവാട്ടിൽ അവിടെ തൊടിയിൽ രക്ഷസിൻ്റെ തറയൊക്കെ ഉണ്ട്, അവിടെ ഭുവനേശ്വരി ഉണ്ട്, മച്ചൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു വിശേഷം ആയിക്കഴിഞ്ഞാൽ മച്ചിൽ വിളക്ക് വയ്ക്കും. അത് കഴിഞ്ഞാൽ രക്ഷസിന് തറയിൽ വിളക്ക് വയ്ക്കും. അപ്പം ഇതൊക്കെ എന്താ? നമ്മളുടെ കുടുംബത്തിൽ ആരാധനാമൂർത്തി ആദ്യം നമ്മൾ വണങ്ങേണ്ടത് ആരെയാ? കുലദേവതയെ, ധർമ്മദൈവത്തെയാണ്. ഇപ്പം അടുത്ത് ബാംഗ്ലൂരിൽ നിന്നൊരു തിരുമേനി വിളിച്ചു. തിരുമേനിക്ക് എന്താ വേണ്ട അറിയോ? അവർക്ക് ക്ഷേത്രമൊക്കെ ഉണ്ട്, പൂജ നടത്തുന്നവരാണ്. പക്ഷേ അവരുടെ വീട്ടിൽ ഇതുപോലെ കുലദേവത, ധർമ്മദൈവം എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. ശാസ്ത്രീയ സമ്പ്രദായ പ്രകാരം പൂജ നടത്തുന്ന ഒരാൾ വേണം ടീച്ചറെ. ഇതാണ് ആഗ്രഹം, ആവശ്യം. അപ്പം എന്താ? കോഴിയെ വെട്ടിയിട്ട്, ഇവിടെ ഇല്ലേ കോഴിയേതൊരു സ്വാമി വരുന്നുണ്ട് എന്ന് കണ്ടു നോട്ടീസിൽ. ആ പൂജ ചെയ്യാൻ അവരുടെ കുലത്തിൽ ആരും തയ്യാറല്ല, മധ്യമത്തിലാണല്ലോ. അപ്പോൾ എന്താണ് ഈ ഗുരുതി? അത് കേൾക്കുമ്പോൾ അയ്യോ പാവെന്ന് തോന്നും. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നോട്ടീസിൽ ഗുരുതി നടത്തും എന്ന് കണ്ടു. ഗുരുതി 2-3 ദിവസം കോഴിയെ ഒഴിഞ്ഞുള്ള ഗുരുതി എന്ന് കണ്ടു. എന്താണ് ഗുരുതി? അത് മനസ്സിലാക്കണം. ഇപ്പോൾ കുലദേവതയാ, കുടുംബക്ഷേത്രം, ഞാൻ ഇവിടെ ഒന്ന് തൊഴുതു പോയി, അതുപോരാ. ഞാൻ ഒരുപാട് തീർത്ഥാടനം പോകുന്നുണ്ട് അല്ലേ, ഒരാൾ പരിചയപ്പെടുത്തി, അതും പോരാ. തീർത്ഥാടനം ആരാധനയുടെ ഒരു ഭാഗം മാത്രം, അതുകൊണ്ട് പൂർണ്ണമായില്ല. പക്ഷെ തീർത്ഥാടനം പോകുമ്പോൾ എന്താണോ നമ്മുടെ മനസ്സിൽ ഒരേ സങ്കല്പം. ആ ബസ്സിലിരിക്കുന്ന എല്ലാവരും ഒറ്റ കാര്യം ചിന്തിക്കുക, ഒരേ സമയം ഒരേ ഈശ്വരൻ ഒരുപാട് പേര് വിളിക്കുമ്പോൾ അതിന് ശക്തി കൂടും. അതുകൊണ്ടാണ് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് പൂജയൊക്കെ ഒന്നിച്ച് ചെയ്യണം എന്ന് പറയുന്നത്, ഒന്നിച്ചിരുന്ന് സഹസ്രനാമം ജപിക്കണം എന്ന് പറയുന്നത്. ഇവിടെ
ഗുരുതി എന്ന് പറയുമ്പോൾ ഗുരുതി നടത്തുന്നത് ശ്രീഭദ്രയ്ക്ക് കുറേ ഭൂതഗണങ്ങളുണ്ട്. സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് ഈ ശ്രീഭദ്ര എന്ന് മനസ്സിലുറപ്പിക്കുക. മഹാദേവനും കുറേ ഭൂതഗണങ്ങളുണ്ട്. ഈ കൂടെയുള്ള ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം അവരെന്താ കഴിക്കുക? രക്താണ് കഴിക്കുക. ഈ വേതാളത്തിൻ്റെ പുറത്ത് കയറി രാക്ഷസന്മാരെ എല്ലാം വധിക്കാൻ വേണ്ടി ഭദ്ര വരുന്ന ഒരു കഥ ദേവി ഭാഗവതത്തിൽ കാണാം. അതുപോലെ കൂടെയുള്ള ഭൂതഗണങ്ങളും ഈ രക്താണ് നക്കി കുടിച്ചുകൊണ്ടിരുന്നത്, രക്തബീജൻ എന്ന അസുരൻ്റെ. അപ്പോൾ രക്തം നൽകി ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു എന്ന സങ്കല്പം ആണ് ഗുരുതി. പണ്ട് കാലത്ത് മൃഗങ്ങളെ കുരുതി, അത് കാന്നുള്ള കുരുതിയാണ്, കുരുതി കൊടുത്താണ് ഈ മൃഗബലി നടത്തിയിരുന്നത്. പിന്നീട് നമ്മളത് എന്താക്കി? സാധാരണ ഗുരുതി, അവിടെ ഗണപതിയുടെ ഗുരുതിയാണ്, ഗുരുതി നടത്താൻ തുടങ്ങി. എന്താ ഗുരുതി എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ഗുരുതി ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു, നോട്ടീസിൽ കണ്ടു എന്നല്ലാതെ അതിനെക്കുറിച്ച് അറിയില്ല. എനിക്കൊരു റൈറ്റപ്പ് മെസ്സേജ് വന്നിരുന്നു, ഇങ്ങനെ ഭഗവതിയെക്കുറിച്ചും ഞങ്ങളിവിടെ നടത്തുന്ന ഗുരുതി, രഥോത്സവം എന്നിവയെക്കുറിച്ചും ഒരു പ്രഭാഷണം നടത്തണമെന്ന്. അങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് വന്നത്. ഗുരുതി എന്ന് പറഞ്ഞാൽ 3 തരത്തിൽ ഗുരുതികളുണ്ട്. ഒന്നാമത്തെ ഗുരുതി വെൺകുരുതി എന്ന് പറയും. വെൺകുരുതി പറഞ്ഞാൽ വെളുത്ത ഗുരുതിയാണ്. വെളുത്ത ഗുരുതി പറയുമ്പോൾ അവിടെ അരിമാവാണ് ഉപയോഗിക്കുക. അത് പൊതുവേ നടത്തി കാണുന്നില്ല. കാരണം എന്താ? ഭൂതഗണങ്ങൾക്ക് നീണം ചോരയാണ് വേണ്ടത്. ചോര എന്നുള്ള സങ്കല്പത്തില് വലിയ ഒരു ഉരുളിയില് ചുണ്ണാമ്പും പിന്നെന്താ മഞ്ഞളും കൂടി കലക്കും. അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശർക്കര ചേർക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ചെങ്കുരുതി. ചുമന്ന കളറിൽ ചെയ്യുമ്പോൾ കുമ്പളങ്ങയിലാണ് ഇപ്പോൾ വെട്ടുന്നത്. പണ്ട് കോഴിയിൽ നിന്നൊക്കെ മാറി നരിക്കുമ്പളങ്ങ എന്ന് പറയും. നല്ല മൂത്ത കുമ്പളങ്ങ കൊണ്ടുവന്ന് വെച്ച് അതിനെ മുറിച്ച് ഒരുപാട് കർമ്മങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഗുരുതി പന്തെന്നാ പറയുന്നത് ചെയ്യുക. 8, 16, 64 അങ്ങനെയാണ് പന്തങ്ങളുടെ കണക്ക്. അതൊന്നും കൂടുതൽ അറിയണ്ട. പക്ഷെ 3 തരം ഗുരുതി എന്താണെന്നും ഗുരുതിയുടെ സങ്കല്പവും അറിയാം. ഇങ്ങനെ ആ ശർക്കര ചേർത്ത ഗുരുതി, ആ ഗുരുതി ഈ കുമ്പളങ്ങ വെട്ടി ശേഷം അതിന് മുകളിലൂടെ ഒഴിക്കും. അത് കമത്തിയിടും ഉരുളി. മറ്റൊന്ന് പറയുന്നത് കടുംകുരുതിയാണ്. കടുംകുരുതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചുണ്ണാമ്പും മഞ്ഞളും എല്ലാം ചേർത്ത് കലക്കി ചുമന്ന നിണത്തിൻ്റെ ചോരയുടെ സങ്കല്പം ആ ഒരു ഗുരുതി തീർത്ഥം ഉണ്ടാക്കും. അതിലേക്ക് ചിരട്ടക്കരി ചേർക്കും. അതാണ് കടുംകുരുതി. അപ്പോൾ അതൊരു കറുത്ത കളറായി മാറും, കടുംകുരുതി എന്ന് പറയുന്നത്. ഈ 3 ഗുരുതികളിൽ രണ്ടാമത്തെ ഗുരുതിയാണ് പൊതുവേ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നടത്താറുള്ളത്. ഈ ഗുരുതി നടത്തുമ്പോൾ വന്ന് തൊഴുത അത് അത്രയും പ്രിയ. എപ്പോഴാണ് ഗുരുതി കാണണ്ടേ? നട്ടുച്ച സമയത്താണ്. ഭദ്രകാളി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന സമയം. ആ നട്ടുച്ച സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സൂര്യൻ മുകളിലേക്ക് 12 മണി കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിലേക്ക് വരും. ആ സമയത്ത് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് ഈ ലോകത്തെ സർവ്വദോഷങ്ങളെയും ഭഗവാൻ അങ്ങനെ മറച്ചു നിർത്തും. അതിനാണ് ആ സമയത്ത് ഇപ്പോൾ രാമക്ഷേത്രത്തില് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിച്ചത് എപ്പോഴാണ്? അഭിജിത്ത് മുഹൂർത്തം എന്നാ പത്രത്തിൽ വന്നത് അല്ലേ, TV-യിലൊക്കെ കണ്ടു. ഈ 12 മണി മുതലുള്ള ആ നട്ടുച്ച സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഗുരുതി എന്ന് പറയുന്നത്. ഈ ദേവീക്ഷേത്രങ്ങളിൽ ഇപ്പം ഞങ്ങളുടെ അവിടെ കൊടുമുടി കാവിലെ പൂരായിരുന്നു. 2-3 ദിവസം മുമ്പ് തന്നെ അവിടെ ഗുരുതി തുടങ്ങി. ഉച്ചയ്ക്കാണ് ഗുരുതി നടത്തുക. ഗുരുതിക്ക് ശേഷമാണ് അന്നദാനം വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഗുരുതി കണ്ട് തൊഴുത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ശ്രീ ഭൂതബലി നൽകുന്നില്ലേ? സാധാരണ അമ്പലങ്ങളിലെ ഭൂതഗണങ്ങൾക്കുള്ള ആ നീതിച്ചോറ് അങ്ങനെ തൂവും ഓരോ ബലിക്കല്ലിലും. അതിന് തുല്യമായിട്ട് ഭൂതഗണങ്ങൾക്ക്, ശ്രീഭദ്രയുടെ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം നിണം കൊടുക്കുന്നതിൻ്റെ സങ്കല്പമാണ് ഗുരുതി എന്ന് പറയുന്നത്. ജ്യേഷ്ഠായാമെന്നാണ് ഈ വലിയ ഗുരുതി നടത്തുന്ന ഉച്ച സമയത്തിനെ പറയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം എന്തിനാ പ്രഭാഷണം നടത്തുന്നത്? നമ്മുടെ മനസ്സിനെ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് സമ്പുഷ്ടമാക്കാൻ എന്തിനേ കഴിയൂ? സത്സംഗങ്ങൾക്ക്, പ്രഭാഷണങ്ങൾക്കേ കഴിയൂ. ഇത് പലരും പലതരത്തിലാണ് പറയുക. ഗുരുതിയൊക്കെ പലരും പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കൂടുതലും മനസ്സിലാവില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഒക്കെ മനസ്സിലാക്കിയാലും വർഷാവർഷം പ്രഭാഷണത്തിന് വിളിക്കും, അല്ലെങ്കിൽ
അല്ലെങ്കിൽ വർഷാവർഷം സപ്താഹം നടത്തും. എന്തിനാ? ഇതൊക്കെ ഇപ്പൊ കേട്ട് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അതിന്റെ എഫക്റ്റ് ഇങ്ങനെ കുറയും. ഒരാഴ്ച കഴിഞ്ഞാൽ കുറച്ചൊക്കെ വീണ്ടും പോകും. ഒരു കൊല്ലാകുമ്പോഴേക്കും അത് തീരെ ഇല്ലാതെയും. അപ്പൊ എന്ത് ചെയ്യും? നമ്മളതൊന്ന് റിന്യൂ ചെയ്യും. നമ്മളെല്ലാം പുതുക്കുന്നില്ലേ? പിന്നെ ഒരുപാട് ദേവതകളുടെ സങ്കല്പം പറയുമ്പോൾ അത് എളുപ്പം മനസ്സിലാവാനേ, ഇപ്പൊ ഭഗവതിയുടെ തന്നെ സങ്കല്പം പറഞ്ഞപ്പോ 5 രൂപങ്ങൾ ഞാൻ പറഞ്ഞു. ലക്ഷ്മി, സരസ്വതി, പാർവതി, ദുർഗ, പിന്നെ ഭദ്രകാളി. ഈ 5 എണ്ണം ഇപ്പൊ നമ്മളുടെ ജീവിതവുമായി ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഈ ഫോണിന് നമുക്ക് എന്ത് വേണം? നെറ്റ് റീചാർജ് ചെയ്യണം. ഏതൊക്കെ നെറ്റ് ഉണ്ട്? അപ്പോഴാണ് പറയുക എയർടെൽ ഉണ്ട്, ജിയോ ഉണ്ട്, വൊഡാഫോൺ കുട്ടി ഉണ്ട്, അല്ലെ, ഐഡിയ ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ ഏത് നെറ്റ് ആണെങ്കിലും നമുക്ക് കാര്യം നടക്കും. പക്ഷെ ഇതിൽ തന്നെ കുറച്ച് ചില ഏരിയകളിൽ സ്പീഡ് കൂടിയ നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ പല ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് പരദേവതാ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ അവനവൻ്റെ കുടുംബദേവത എന്ന് പറയുന്നതാണ് ഏറ്റവും സ്പീഡ് കൂടിയ നെറ്റ്വർക്ക് സിസ്റ്റം. മനസ്സിലായില്ലോ? ഇപ്പൊ അടുത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആരെ ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള അമ്പലം ഏതാണോ ആ ക്ഷേത്രത്തിലെ ദേവതയെ നിങ്ങൾ ആരാധിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ ക്ഷേത്ര ദേവനെ അല്ലെങ്കിൽ ദേവതയെ സന്ദർശിക്കുക. കാരണം ഏത് സമയത്താ ഈ വിളക്കിന് നമ്മുടെ ശരീരത്തിനും ചൂടുണ്ട് എന്ന് പറഞ്ഞു, ചൂട് ആറെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ അടുത്തുള്ള ദേവനാണത്രേ ഓടി വരിക. അതിനു വേണ്ടിയിട്ടാണ് കുടുംബദേവതയെ നമ്മൾ ആരാധിക്കണം, എങ്കിലേ ഐശ്വര്യം വരൂ എന്ന് പറയുന്നത്. ഇനി ഈ അഗ്നിയോട് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നു പറഞ്ഞില്ലേ, അതുപോലെ കുലദേവതയെ വന്ന് ആരാധിക്കുക. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ഭദ്രകാളിയുടെ ദിവസമാണ്. ആഴ്ചയിൽ ഒരു ദിവസം, അത് ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും നീ നിന്റെ ആരാധനാമൂർത്തിയെ സന്ദർശിക്കണം. ആരാധനാമൂർത്തിയെ വെള്ളിയാഴ്ച നിർബന്ധമായിട്ട് സന്ദർശിക്കുന്ന ഒരു കൂട്ടരുണ്ട് അല്ലേ? നമ്മളോ? നമുക്ക് എല്ലാ ആഴ്ചയും കണക്കാ. ഏതാഴ്ചയാണ് നമ്മൾ പോകാറുള്ളത്? ഇതേപോലെ വിശേഷം വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പോയി നോക്കാം. കാരണം എന്താ? ഒരു പ്രാരാബ്ദമില്ല, അവിടെ പോയി ഇരുന്നാൽ മതി. ഭക്ഷണം, നമ്മളൊക്കെ ഭക്ഷണ സ്വാമിമാരാ. പക്ഷേ ഭക്ഷണം നേരത്തേക്ക് അതിൻ്റെ സുഖമുള്ളൂ. ഇപ്പൊ ഗുരുതി എന്താന്ന് മനസ്സിലായി. ഇന്ന് രാവിലെ ആദ്യം തന്നെ എന്താ കണ്ടത്? ഇവിടെ വന്നപ്പോ എല്ലാവരും പ്രസാദം വാങ്ങിച്ചിരുന്നു അല്ലേ? അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. എന്തൊരു കാര്യം ഇപ്പൊ വീട്ടില് ഒരു കല്യാണാണെങ്കിലും കുടിയിരിക്കലാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഗണപതി ഹോമം കഴിക്കും. എന്തിനാ? സർവ്വ വിഘ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ. കാരണം എന്താ? എത്രയോ ദേവതകളുണ്ട്, ഇപ്പൊ കുടുംബ പരദേവതയും ഒക്കെ ഉണ്ട്, എന്നിട്ടും ഗണപതി ഹോമ കഴിച്ച്. കാരണം എന്താ? ഗണപതി എല്ലാ ഗണങ്ങളുടെയും അധിപതിയാണ് ഗണപതി എന്ന് ആരാ അനുഗ്രഹിച്ച്? ശ്രീ മഹാദേവൻ. കുട്ടിക്ക് സാധാരണ മനുഷ്യക്കുട്ടിയുടെ തലയായിരുന്നു. ദേഷ്യം വന്നു, ദേ കിടക്കണു, അരിഞ്ഞ് താഴെ ഇട്ടു. ആ സമയത്താണ് പാർവതി ദേഷ്യപ്പെട്ട് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഭാര്യയുടെ മുന്നിൽ പിന്നെ രക്ഷയില്ലല്ലോ, ഇപ്പൊ ശരിയാക്കി തരാൻ പാർവതി എന്ന് പറഞ്ഞൊരു ആനക്കുട്ടിയുടെ തല കൊണ്ടു വെച്ചു കൊടുത്തു. അപ്പൊ കുറെ അനുഗ്രഹങ്ങളും കൊടുത്തു. ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നീ സർവഗണങ്ങളുടെയും അധിപതിയായിരിക്കും. നിനക്ക് പൂജ തരാതെ വേറെ ഒരു കർമ്മങ്ങളും ആരും ചെയ്യില്ല. ചെയ്താൽ അത് ഗുണം പിടിക്കില്ല, അതിൽ വിഘ്നം വരും. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ വിഘ്നങ്ങളും നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഗണപതി ഹോമം കഴിച്ചു. ആ ഗണപതി ഹോമം തന്നെ എങ്ങനെ കഴിക്കണം? അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. അതെന്താണെന്ന് അറിയണം, അറിഞ്ഞ് ആരാധിക്കണം. അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ. തിരുമേനി വന്നു അല്ലെ, എങ്ങനെ വേണം പറഞ്ഞു? എത്ര നാളികേരം വേണം തിരുമേനി ചോദിച്ചോളൂ. അപ്പൊ പറയും 108 എണ്ണം. അയ്യോ, ഇപ്പൊ എന്താ വില അല്ലെ? 1008 നാളികേരം കൊണ്ട് ഗണപതി ഹോമം നടത്തുന്ന അമ്പലങ്ങളുണ്ട്. ഇനി ചെറിയ മട്ടിലാണെങ്കിൽ ഒരു ചെറിയ ഗണപതി ഹോമാണെങ്കിൽ ഒരു നാളികേരായാലും അവർ സമ്മതിക്കും. പക്ഷെ ഇത് അഷ്ടദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ 8 ദ്രവ്യങ്ങൾ, അതിലൊന്നു മാത്രമാണ് 108 നാളികേരം എന്ന് പറയുന്നത്. പിന്നെ എന്താ? ഗണപതിയുടെ മുന്നിലാണ് എത്തിയ ഓരോ ക്ഷേത്രം, ഇപ്പോൾ ഉപദേവതമാരുണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ അവരുടെ ഒരു ശ്ലോകം ചൊല്ലൂലേ. ഇവിടെ അങ്ങോട്ട് എത്തിയാൽ എന്താ? ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ വിളിക്കുക.
പൊതുവെ ചിലരൊക്കെ അമ്മ നാരായണ ദേവി നാരായണ മാത്രമേ ചൊല്ലുള്ളൂ. അത് ചൊല്ലണ്ടെന്നല്ല, അതിൽ ഓംകാരം ഇല്ല. ഹൈന്ദവനാണോ അവൻ മുന്നിൽ വെക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടുന്ന പൂർണ്ണമായ മന്ത്രമാണ് ഓംകാരം. ഓംകാരം ജപിച്ചാണ് യജ്ഞം, ദാനം, തപസ്. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒന്നാണ് കൊടുക്കുകയാണ്, ദാനം ചെയ്യണമെങ്കിൽ ഓം എന്ന് മനസ്സിൽ ജപിച്ചിട്ട് കൊടുക്കണം. അതുകൊണ്ട് ദേവീക്ഷേത്ര നടയിൽ വന്നാൽ അമ്മനാരായണ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചെയ്യാം, ചൊല്ലിക്കൊണ്ടിരിക്കാം. പക്ഷേ ഓംകാരം കൂട്ടി ഒരു മന്ത്രം ജപിക്കണം. ഇനി അത് കഴിഞ്ഞു നമ്മൾ അങ്ങനെ പോയി ഗണപതിയെ കണ്ടാലോ, എന്താ ജപിക്കാറ്? ഒരുപാട് ഗണപതി സ്തോത്രങ്ങളുണ്ട്. കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ, കരിമ്പുതേൻ ശർക്കര നല്ല കാതളം, കൊടുത്തിരപ്പൻ പല പോതുമാതരാൽ, മനക്കുരും നിന്നു തുണയ്ക്ക സന്തതം. പണ്ട് മുത്തശ്ശി ചൊല്ലി തന്നതാ. എന്തൊക്കെയാ കൊടുത്തത്? ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തൂല്ലേ? കരിമ്പ്, തേൻ, ശർക്കര, കാതളം, കദളിപ്പഴം, എന്തെങ്കിലും ഒരു പഴം. നിങ്ങൾ ആ പ്രസാദം എടുത്തു നോക്കൂ, അതിൽ കരിമ്പ് ഉണ്ടാവും, തേൻ ഒഴിച്ചുണ്ടാവും, ശർക്കരയുടെ അംശങ്ങൾ ഉണ്ടാവും, മറ്റൊന്ന് പഴവും വെച്ചുണ്ടാവും. 4 എണ്ണായില്ലേ? അഷ്ടം പറഞ്ഞ 8 എണ്ണ, 1 നാളികേരം, 5 എണ്ണായി. ബാക്കി എന്തൊക്കെയാ? കറുത്തൊരു മണി കാണാതില്ലേ? എള്ളാണത്. കൂടാതെ അവിലോ മലരോ ഉണ്ടായിരിക്കും, കൽക്കണ്ടോ അപ്പോ ഉണ്ടായിരിക്കും. ഇത് നിർബന്ധമില്ല, അപ്പോ കൽക്കണ്ടോ ഏതെങ്കിലും ഒന്നതിലുണ്ടാവും. അതുമാതിരി അവില് അല്ലെങ്കിൽ മലരുണ്ടാവും. ഇങ്ങനെ 8 ദ്രവ്യങ്ങളെ ചേർത്തുകൊണ്ട് പ്ലാവിൻ്റെ വിറക് ഉപയോഗിച്ച് ഹോമകുണ്ടത്തിലേക്ക് അങ്ങനെ അവർ മന്ത്രം ചൊല്ലിക്കൊണ്ട്, അഗ്നിദേവന്റെ ഭാര്യയാണ് അത്രേ സ്വാഹ. അതുകൊണ്ടാണ് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് ഭാര്യയെ കേൾക്കുമ്പോഴാണല്ലോ സന്തോഷം. ഏതായാലും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്താന്ന് മനസ്സിലാക്കുക. ഇത് നടത്തി കഴിഞ്ഞാൽ ഒരു ദുരിതങ്ങളും പിന്നെ ഉണ്ടാവില്ല. സർവ്വവിഘ്നങ്ങളും മാറി. ഇനിയിപ്പോൾ 8 ദിവസമല്ല 7 ദിവസമല്ലേ, 7-ാം ദിവസമല്ലേ തേരും ഉരുട്ടി കൊണ്ട് പോകേണ്ടത്. ആ താലൊക്കെ എടുക്കുന്നത് ആലോചിച്ച് നോക്കൂ. അതുവരെ യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ ഗണപതി നമ്മളെ കാത്തുകൊള്ളും. അതിനു വേണ്ടിയിട്ടാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കഴിച്ചത്. അതുപോലെ ഈ എള്ളിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ചെറിയതാ, കുഞ്ഞനാ. ഈ കറുത്ത മണി അത് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. എന്ത് കയ്യിൽ കിട്ടിയാലും അതിനെക്കുറിച്ച് ഒന്ന് ഇത്തിരി നേരം ചിന്തിക്കുക. ഇപ്പം ഇതിലൊഴിച്ച തേനാണെങ്കിലും ഇത്രയും ഔഷധ ഗുണം ഉള്ള ഒരു സാധനം വേറെ ഇല്ലയെന്നാ. നമ്മൾ പറയും ഷുഗറാണ് കഴിക്കേണ്ട കേട്ടോ, ഗണപതി ഹോമത്തിന് പ്രസാദം കഴിക്കാം. കാരണം വെറും വയറ്റിൽ പഞ്ചഗവ്യം, പഞ്ചാമൃത് അല്ലെങ്കിൽ കാടാമ്പുഴയിൽ നിന്ന് വാങ്ങുമല്ലോ നമ്മൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കഴിക്കാമെന്നാ വെറും വയറ്റിൽ. അത് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഫ്രക്ടോസ്, ഏറ്റവും നല്ല മധുരമാണ് അതിലുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് കഴിക്കണം. ഈ ഇതിൽ ഒഴിച്ചതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നെയ്യ് ഒഴിച്ചിട്ടുണ്ടാവും, അതും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഫാറ്റാണെന്നാണ് പറയുന്നത്. ഇതിൽ എള്ള് കഴിച്ചാൽ എന്താ, ഇരുമ്പ് സത്തുണ്ട് എള്ളിന്. നമ്മൾ ഈ വിളക്കിലൊഴിക്കുന്ന എണ്ണ എന്താ, ശരിക്കും എള്ളെണ്ണ. ഈ എള്ളിനെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണനെ തന്നെ ഓർമ്മ വരും നമുക്ക്. എള്ളിൽ നിറഞ്ഞുള്ളോരെണ്ണയെ പോലെ പോയുള്ളിൽ നിറഞ്ഞു ജഗത്തിലെല്ലാം. ഭഗവാൻ അങ്ങനെയാന്നാ പറയുന്നത്, ശ്രീ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ. കാരണം എള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് ആട്ടിക്കഴിയുമ്പോഴാണ് നല്ലെണ്ണ കിട്ടുമെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മഥനം നടന്നുകൊണ്ടിരിക്കുക. പാലാഴി എന്താ, നമ്മുടെ മനസ്സ് തന്നെ അവിടെ ഇങ്ങനെ മഥനം നടക്കുക. പാലാഴി മഥനം. പോണോ അതോ ഇരിക്കണോ, പോണോ ഇരിക്കണോ. ഈ വലിയ എന്ത് പൊങ്ങി വരും, അവിടെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അമൃത് പൊന്തി വരും. അവസാനം അമൃത് പൊന്തി വരും. കാരണം ആദ്യമൊക്കെ തോന്നുത്രേ ഇതൊക്കെ ഇപ്പം എന്ത് പോട്ടെ, വീട്ടിൽ പോയാൽ 2 തോണ്ടാലോ. പക്ഷെ ഇതിനോടൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനേ താല്പര്യം ഉണ്ടാവൂ. കാരണം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആത്മാനുഭൂതി അനുഭവിക്കാം. ഹൈന്ദവൻ പറയുന്നതാ. എല്ലാവരും എന്താ പറയാ, മരിച്ചു പോയാൽ സ്വർഗം, മരിച്ചതിന് ശേഷത്തിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഹൈന്ദവൻ എന്താ പറയുന്നതെന്നോ, നിനക്ക് സ്വർഗം വേണോ, സുഗതി എത്ര ഭവതി തത്ര ഏവ സ്വർഗ. അതായത് എവിടെയാണോ നിനക്ക് സുഖം തോന്നുന്നത്, ഒരു ജോലി കിട്ടി അതിലൊരു സുഖം ഇല്ലെങ്കിൽ അത് നമുക്ക് നരകം
നരകയില്. പക്ഷെ അത് സുഖമുള്ള ജോലിയാണെങ്കിൽ അമ്പലത്തിൽ തന്നെ ജോലി കിട്ടി, പ്രഭാഷണവും കേൾക്കാം, ആ ഭഗവതിയുടെ ആ കാറ്റടിച്ച് ഒരു എസിലെ ആവശ്യമില്ല, സുഖമായിട്ട് അതിനുള്ളിൽ കയറിയിരിക്കുമ്പോൾ എന്തൊരു സുഖമായിരുന്നു. അപ്പോൾ അത് നമുക്ക് സ്വർഗമായി മാറി. കാരണം ജീവിതത്തില് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക, അത് മുജ്ജന്മ സുഹൃത. കുറേ കാര്യങ്ങൾ ചെയ്ത് ഓടി അവസാനം ആത്മാനുഭൂതി അനുഭവിച്ച് തുടങ്ങും. ഈ സഹസ്രനാമം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമ്പം വരാൻ കാരണം അതാ. കാരണം ഒന്നിച്ചിരുന്ന് ചൊല്ലുമ്പോൾ ഇതിലും സുഖാണ് വേദമന്ത്രങ്ങൾ അങ്ങനെ ഒന്നിച്ചിരുന്ന് ചൊല്ലുമ്പോൾ. കഴിഞ്ഞ ദിവസം തൃശ്ശൂര് ഞാൻ വേദം പഠിക്കുന്ന ആചാര്യൻ ഓത്തുകൊട്ട് വെച്ചു. അപ്പോൾ വേദജപം എന്നറിയാം, ഓത്തുകൊട്ട് എന്താണെന്ന് അറിയില്ല. പണ്ടൊക്കെ ബ്രാഹ്മണന്റെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നല്ലാതെ അതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ ഓത്തുകൊട്ട് എന്താണെന്ന് പറഞ്ഞു തരാം, തൃശ്ശൂർക്ക് വരൂ. ഞങ്ങളതിനെ ഇങ്ങനെ 5-6 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. കുറേ വേദ വിദ്യാർത്ഥികളുണ്ട്. ഞാൻ 2023 ബാച്ചായിരുന്നു. അപ്പോൾ വേദപുസ്തകം കൊണ്ടുപോയി ഞങ്ങൾക്ക് പുതിയ അർത്ഥങ്ങളുള്ള വേദപുസ്തകം തന്നു. എന്നിട്ട് സാർ ഒരു മന്ത്രം അങ്ങോട്ട് ചൊല്ലും. ആ മന്ത്രം ജപിക്കുകയാണ് പറയാ വേദം. ആദ്യത്തെ ഗ്രൂപ്പ് അത് ഏറ്റ് ചൊല്ലും, അതിനുശേഷം രണ്ടാമത്തെ, ഇങ്ങനെ 5 ആവർത്തി ഇത് അങ്ങനെ ചൊല്ലും. ഇതിനാണ് ഓത്തുകൊട്ട് എന്ന് പറയുക. ശരിക്കും ഈ ഓത്ത് ഇപ്പം ആരാ ഓത്ത് ചൊല്ലാൻ പോകുന്നേ അല്ലേ? ബുദ്ധിമാന്മാര് അതിന് പോകുന്നുണ്ട്. നമ്മളെ കുട്ടികളെ നമ്മൾ വേദം ഓദിക്കന്മാരാ ഓത്ത് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചിരുന്നത്. വേദമന്ത്രം ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ജപിച്ചാണ്ടല്ലോ, ഇതിലും വലിയൊരു സുഖം വേറെ ഒന്നുമില്ല. ആദ്യത്തെ പ്രാർത്ഥന തന്നെ ആ ഗണപതി സരസ്വതി പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഒരു ഗുരുവിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാവുക. ഇനി അങ്ങോട്ട് കയറി പോണില്ല. നമ്മളുടെ ഇവിടെ ഈ മറ്റൊന്ന് നടക്കുന്ന കാര്യം പൊങ്കാല അല്ലേ? ഇവിടെ പൊങ്കാലയൊക്കെ ഇടും. ആ 7ാമത്തെ ദിവസം വരെ അതൊക്കെ കൊണ്ടുപോകും. താലത്തിനെ കുറിച്ച് പറഞ്ഞില്ല. താലം എടുക്കുമ്പോൾ വ്രതം വേണമെന്നതിൽ എഴുതി കണ്ടു ഇല്ലേ? വായിച്ചില്ലേ? നോട്ടീസ് കിട്ടിയാൽ പൂർണ്ണമായിട്ട് വായിക്കണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. വ്രതം എടുക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ താലം എഴുന്നള്ളിച്ച് താലം എടുത്ത് നമ്മൾ കൊണ്ടുപോയി ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഈ രഥത്തില് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രഥത്തിനുള്ളിലായിട്ട് ശ്രീ ഭഗവതിയുടെ മറ്റൊരു വിഗ്രഹത്തെ അലങ്കരിച്ചിരുത്തും. അത് ദേവി തന്നെയാ. രഥോത്സവത്തിന്റെ സങ്കല്പം എന്താ? രഥം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം. ഉപനിഷത്ത് പറയുന്നുണ്ട് രഥകൽപ്പന. ഇത് നമ്മുടെ ശരീരം രഥ. ഈ ശരീരം ഇങ്ങനെ ഓടുന്നുണ്ട്. അതിനുള്ളില് ദേവിയെ അലങ്കരിച്ചിരുത്തിയില്ലേ? ആ ദേവി നമ്മുടെ ഉള്ളിലും ഇരിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനുള്ളില്. അതാണ് എന്ത്? നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയുണ്ടെന്നറിയാം. അപ്പൊ നമ്മള് ശരീരത്തിൽ 5 സാധനങ്ങളുണ്ട്. എന്താണ്? മണ്ണുണ്ട് അല്ലേ? ഭൂമിയുണ്ട്, ജലമുണ്ട്, ആകാശം, വായു. ഇതെല്ലാം നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് കൊണ്ടുവന്ന് വെച്ചു എന്ന് കൂട്ടിക്കോളൂ. അതിന് ജീവനുണ്ടോ? നമുക്കിതൊക്കെ സ്വരൂപിക്കാൻ കഴിയും. അതിന് ജീവനില്ല. ഈ ജീവൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈശ്വരനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. ശ്രീ ഭദ്ര ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. ആ ഭദ്രകാളി സ്വരൂപത്തിൽ അങ്ങനെ ഇരുന്ന് തേരിനുള്ളിൽ നമ്മളെല്ലാം അനുഗ്രഹിച്ച് ശ്രീ ഭഗവതി വരുമ്പോൾ നമ്മൾ ആനയിച്ച് സ്വീകരിച്ച് കന്യകമാരും അമ്മമാരും എന്ത് ചെയ്യുന്നു? താലം കൊണ്ടുപോകും. അപ്പൊ താലം എടുക്കണോ ചോദിക്കുമ്പോഴേക്ക് എന്തൊക്കെയാ ഇപ്പൊ കൊണ്ടുവരണ്ടേ? അതൊരമ്മയ്ക്ക് അറിഞ്ഞിരിക്കണ്ടേ? താലത്തിൽ എന്തൊക്കെയാ കാണാറുള്ളത്? അക്ഷതം കാണും. എന്താ അക്ഷതം എന്ന് പറഞ്ഞാൽ അറിയില്ലാലോ? നെല്ലും അരിയും പൂവും, ഇതാണ് അക്ഷതം എന്ന് പറഞ്ഞ. അക്ഷതം എന്ന് പറഞ്ഞാൽ മംഗളകരമായത് എന്ന അർത്ഥം. അതിന് മറ്റൊന്നുണ്ടാവും, കൗങ്ങിൻ പൂക്കുല വെക്കും, അത് ഐശ്വര്യ. അതിനോടൊപ്പം തന്നെ ചിലർ വാഴമ്പോളയില് തിരിവെക്കും. ഇപ്പൊക്കെ എന്തായി? ചെരാതിലാണ് തിരിവെക്കുന്നത്, എണ്ണയൊന്നും പടർന്നു പോവാതിരിക്കുക. ഇങ്ങനെ താലം ഏന്തിയ കന്യകമാര് ഉത്സവമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ രഥത്തിനെ അല്ലെങ്കിൽ ഭഗവതിയെ എഴുന്നള്ളിച്ച് ആനയിച്ച് കൊണ്ടുവരും. ഇപ്പൊ രഥോത്സവം എന്തിനാ കാണിക്കുന്നത്? രഥം നമ്മുടെ ശരീരമാണെന്നും ഈ രഥം ഓടുന്നത് പോലെ നമ്മുടെ ശരീരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്നോടാൻ തുടങ്ങി? മുട്ടുകുത്തി അല്ലെ? കമിഴ്ന്ന് നീന്തും മുതൽ നമ്മൾ ഓടാൻ തുടങ്ങി. എങ്ങനെയാ നമ്മളുടെ വളർച്ച നോക്കൂ. പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ മലന്നാണോ? മലന്നവിടെ കിടക്കും. കമിഴ്ന്നാണോ? കമിഴ്ന്നവിടെ കിടക്കും. വേറൊരു ജീവി നോക്കൂ, പശു പ്രസവിച്ച ആ കുട്ടി അവിടെ കിടക്കുമോ? അത് തട്ടിപ്പടഞ്ഞ് ഓടും ഇല്ലേ? അത്രയും കുറഞ്ഞ ഇൻസ്റ്റിക്റ്റിലോട് ജനിക്കുന്ന ഒരു ജീവിയാണ് ഈ മനുഷ്യൻ. മനുഷ്യൻ പറഞ്ഞാൽ എന്താ? മർത്യൻ, മരണമുള്ളവനാ. അപ്പൊ ഈ മരണം ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ഈ ശരീരം ഓട്ടം തുടങ്ങി മുട്ടുകുത്തി നടക്കുമ്പോൾ ഇത് എവിടെ വരെ ഓടണം?
ഗ്രേവ് യാർഡ്, ചുടല വരെ ഓടണം. ആ ഓട്ടത്തിനിടയിൽ ഇതിനുള്ളിലിരിക്കുന്ന ആത്മാവിനെ ഉയർത്തണം, ഉണർത്തണം. അതിനാണ് ഈ എല്ലാ ആചാരങ്ങളും. ഇപ്പം എത്ര തിരക്കാണെങ്കിലും കുംഭമാസത്തിൽ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കണു എന്ന് പറയുമ്പോൾ, എന്നാൽ മകൻ നാളിൽ അല്ലെ ഓടി നമ്മുടെ കുടുംബക്ഷേത്രത്തിലെത്തും. ജീവിതത്തിൽ ഒരു ഓട്ടം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. രാവിലെ പോയി ജോലിക്ക്, വൈകുന്നേരം വീണ്ടും വന്നു. ഈ റിപ്പീറ്റേഷനാ. അടുക്കളയിലുള്ളവരെന്താ ചെയ്യുന്നത്? ഈ വെച്ചുണ്ടാക്കലും അടിച്ചൊരു തുടക്കലും ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. ഈ ആവർത്തനത്തിന് എന്നാ ഒരവസാനം? ചില അമ്മമാരെ ആവലാതി പറയും, മടുത്തു, എത്ര കാലം ഇതെന്നെ ചെയ്യുന്നു എന്നില്ലേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനൊരു അവസാനം ഉണ്ട്. ആ അവസാനം എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൗകികത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളതിനെ ആത്മാവിനെ ഉയർത്താം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മയേവ ഹ്യാത്മനോ ബന്ധു ആത്മയേവാരിപുരാത്മനാ. ഗീത ശ്ലോക. അതായത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഉദ്ധരിക്കണം. എങ്ങനെയാ? നിങ്ങളുടെ ശത്രു ആരാ? നിങ്ങൾ എന്നെയാ. നമ്മുടെ വിചാരം എന്താ? കുടുംബക്കാരാ ശത്രുക്കളെന്ന്. അതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ ഒരു കഥ കൂടി പറയാം. അതിനു മുമ്പ് ഇപ്പോൾ ഇന്ന് നടന്ന എന്തെല്ലാം പറഞ്ഞു? അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്താന്ന് മനസ്സിലായി. പൊങ്കാല എന്താണെന്ന് പറഞ്ഞു മുഴുമിച്ചില്ല. പൊങ്കാല നിവേദിക്കണേ എന്തിനാണോ? നമ്മുടെ മനസ്സിൽ ആദ്യം എന്താ വരിക? ആറ്റുകാൽ പൊങ്കാല. ഇത്രയും സ്ത്രീകൾ പൊങ്കാല ഇടുന്ന ക്ഷേത്രം വേറെ ഇല്ല. ഇവിടെ ഇപ്പം നിങ്ങളുടെ നാട്ടിലുള്ളവരും ആ കുടുംബത്തിലുള്ള സ്ത്രീകളും കുട്ടികളും അത്രയും സ്ത്രീകളുടെ ഉത്സവമാണ് പൊങ്കാല. അതുകൊണ്ട് തന്നെയാണ് ആറ്റുകാൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്. ഈ പൊങ്കാല അടുപ്പില് എന്താ വെക്കുക? ഒരു കലം വെക്കൂലേ? ഇവിടുന്ന് തരാറില്ലേ? ആ മൺകലത്തിനുള്ളിൽ എന്ത് ചെയ്യും? കുറച്ച് അരി, ശർക്കര, പരിപ്പ്, പിന്നെന്താ ഇടാറ്? കുറച്ച് ഉണക്കമുന്തിരി. ഇങ്ങനെ ഇത് വേവിച്ച് തൂവി വരുമ്പോൾ തിരുമേനി വന്ന് തളിച്ച് ഭഗവതിക്ക് സമർപ്പിക്കില്ലേ നിങ്ങൾ? ഈ പൊങ്കാല സമർപ്പണത്തിന്റെ പിന്നിലെ തത്വം എന്താണോ? ദാരിക വധം കഴിഞ്ഞ് കണ്ടോ മുകളിലെ ശ്രീഭദ്ര ഇങ്ങനെ നടന്നു വരിക. ആ സമയത്ത് ഭഗവതിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ പൊങ്കാല അടുപ്പുകൾ വെച്ച് എല്ലാ സ്ത്രീകളും. ഇപ്പോൾ പൊങ്കാല ആറ്റുകാലൊക്കെ ആണുങ്ങളും വന്ന് ഇടാൻ തുടങ്ങി എന്ന് പറയുന്നു. അങ്ങനെ ഈ നേദ്യത്തോടു കൂടി ഭഗവതിക്ക് കടുംപായസം ഭഗവതിക്ക് വലിയ ഇഷ്ടമാണ്. ആ ശർക്കര ഇട്ട് നേദിച്ച പായസം നേദിക്കും. അപ്പോൾ ഭഗവതിക്ക് അത് സന്തോഷമായി. ഭഗവതിയെ സ്വീകരിക്കുന്ന സങ്കല്പമാണ് പൊങ്കാല. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ദ്രവ്യകലശം എന്ന് പറഞ്ഞില്ലേ? ദ്രവ്യകലശം ആടും, കലശം ആടും. വർഷത്തിൽ ഒരിക്കൽ ഒരു കലശം ഉണ്ടായിരിക്കും എല്ലാ ക്ഷേത്രത്തിലും. 12 വർഷം കൂടുമ്പോൾ അഷ്ടബന്ധ കലശം ഉണ്ടാവും, ദൈവപ്രശ്നമൊക്കെ വെച്ചിട്ട്. ഇതിൽ എന്താണ് ദ്രവ്യകലശം എന്ന് പറയാം. അപ്പോൾ ഇവിടെ തിരുമേനി വന്നു കഴിഞ്ഞാൽ പൽപ്പൊക്കെ ഇട്ട് ഒരു കണക്കൊക്കെ ഉണ്ട്. അങ്ങനെ കുടങ്ങൾ വെച്ചിട്ട് ചിലരിപ്പോൾ ചെമ്പിൻ്റെ കുടാക്കിയിട്ട്, പണ്ടൊക്കെ മണ്ണിൻ്റെ കുടങ്ങളായിരുന്നു. എന്തായാലും കലശം ഒരു കുടന്ന് മനസ്സിലാക്കുക. ഈ കലശപ്പാനിയൊക്കെ വെച്ച് കലശത്തിനുള്ളിൽ ദ്രവ്യങ്ങൾ നിറച്ച് പൂജിക്കും, പുറത്ത് വെച്ച് പൂജിക്കും. ആ പൂജിച്ച ദ്രവ്യം എന്ത് ചെയ്യുന്നോ? തിരുമേനി അകത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യും. അതാണ് കലശം, ദ്രവ്യകലശം എന്ന് പറയുക, കലശാടുന്നത്. കാരണം ആ ക്ഷേത്ര വിഗ്രഹത്തിന് എന്തെങ്കിലും ചൈതന്യ ലോപം വന്നിട്ടുണ്ടെങ്കിൽ ആ ലോപം തീർക്കാൻ ഈ കലശാഭിഷേകം കൊണ്ട് സാധിക്കും. കാരണം പൂജിച്ച ദ്രവ്യം. ഇനി എന്താണ് ഈ ദ്രവ്യം? കലശപ്പാനിയുടെ ഉള്ളില് പാല്, പഞ്ചഗവ്യം, തേന്, തൈര് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നിറച്ച് വെച്ചിട്ടുണ്ടാവുക. നമ്മളത് കാണില്ലേ? അങ്ങനെ നൂലുകൊണ്ടൊക്കെ അങ്ങനെ കെട്ടി പൂർണ്ണകുംഭം കണ്ടിട്ടില്ലേ? അങ്ങനെ അത് പൂജിച്ച് എന്ത് ചെയ്യുന്നു? ശ്രീ ഭഗവതി ഏതാണോ അവിടെ ആരാധനാമൂർത്തി ആ ബിംബത്തിൽ അഭിഷേകം ചെയ്യും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ കലശം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഈ കുടത്തിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഒന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്ന് പറഞ്ഞു. അവിടെ ദ്രവ്യം എന്താണെന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ദ്രവ്യം എന്ന് പറയാം. മറ്റൊന്ന് ദ്രവ്യ കലശം, അവിടെ ഒരു കലശം കണ്ടു. മറ്റൊന്ന് എവിടെയാണെന്നറിയോ? നമ്മളുടെ മരണം എന്ന അതെന്തായാലും അനിവാര്യമാണല്ലോ. ജനനം പോലെ തന്നെ മരണവും അനിവാര്യമാണ്. ജനിച്ചവനെല്ലാവരും മരിക്കും. അതാ ഞാൻ പറഞ്ഞു മർത്യൻ എന്ന് പറഞ്ഞാൽ മരണം ഉള്ളവനാണ്. പക്ഷേ ഈ മരണത്തിൽ നിന്നും രക്ഷ നേടാൻ ആത്മീയതയിലൂടെ കഴിയും. ഇനി മരണം കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ കലശം കാണുന്നത്?
ആ ഇപ്പോൾ ചിത വയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറവ് ചെയ്യുകയാണെങ്കിലും ഒരു പാനീയം വെച്ച് പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടില്ലേ? അതിങ്ങനെ ഓരോ തുളടില്ലേ ഓരോ പ്രദക്ഷിണം കഴിയുമ്പോൾ. ഈ കലശപ്പാനി രഥം പോലെ നമ്മുടെ ശരീരത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ അതിനുള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ദ്രവ്യങ്ങൾ, അത് ആ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്ന് മൂന്നാമത്തെ പ്രദക്ഷിണത്തോടു കൂടി ആ കലം തച്ചുടച്ച് താഴത്തേക്കിട്ട് നമ്മൾ പോരൂലേ? അത് കഴിഞ്ഞ് 7 അടി നമ്മൾ മാറുമ്പോഴാണ് അത്ര ഈ ആത്മാവ് ഈ ജന്മത്തിലുള്ള ഇവരുമായുള്ള എല്ലാ ബന്ധങ്ങളും മാറ്റി അങ്ങോട്ട് പരലോകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ആത്മാവ് എന്ത് ചെയ്യുന്നു? ആ കുടത്തിനുള്ളിൽ നിന്നും ചോർന്നു പോയി എന്ന സങ്കല്പമാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ അത് തന്നെ കലശപ്പാനിയുടെ ഉള്ളിൽ നിന്നും ആത്മാവ് ആകുന്ന ആ ദ്രവ്യത്തെ എന്ത് ചെയ്യുന്നു? പൂജിച്ച് ബിംബത്തിലൂടെ അഭിഷേകം ചെയ്യുന്നു. അപ്പം നമ്മുടെ ശരീരം കുറച്ചു കഴിഞ്ഞാൽ ഉടയും എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കുക. ഇതിനുള്ളിൽ ആത്മാവുടയോ? ഒരിക്കലും അതിന് നാശം ഇല്ല. ജന്മം കിട്ടിക്കഴിഞ്ഞിട്ട് ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ക്ഷേത്ര ആരാധനയാവാം, പൂജയാവാം, ഉപാസനയാവാം, തീർത്ഥാടനമാകാം, എല്ലാത്തിനും ഉപരിയാണ് എന്ത്? സത്സംഗം എന്ന് പറയുന്നത്. കാരണം ഈശ്വരീയമായ കാര്യങ്ങൾ അങ്ങനെ പറയാ കേൾക്കുക. നമുക്കറിയില്ല എന്തിനു വേണ്ടി നമ്മൾ ജനിച്ചു. ആരാ നമുക്ക് ദൈവത്തെ കാട്ടിത്തന്നത്? ഗുരുവാ. അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ ദൈവത്തെക്കാൾ മുകളിലായി കാണുന്നത്. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന പൊങ്കാലയെ കുറിച്ച് പറഞ്ഞു, രഥോത്സവം മനസ്സിലായി. ഇനി ഉത്സവം എന്ന് പറയുമ്പോൾ എന്താ? ഉത്സാഹമുള്ളതാണ്. ഇപ്പൊ കൊടിക്കൂറ കയറി. എന്താ കൊടിക്കൂറയുടെ സങ്കല്പം? ഭഗവതി, ആ കുണ്ടലിനി ശക്തിയായ ഭഗവതി കൊടിക്കൂറയിലൂടെ മുകളിലേക്ക് കയറുക. അതായത് ഈ കൊടി കാണിക്കുന്നത് അഗ്നിയെയാണ്. കൊടി പാറി പറക്കുന്നത് കണ്ടോ? കൊടിക്കൂറ. അതിന് ഒരു നൂല്, ഒരു കയറ് കണ്ടില്ലേ കയറ്റിയത് മുകളിലേക്ക്? അത് നാടിഞ്ഞെരുമ്പുകളാണെന്നാ പറയുക. ഈ കൊടിമരം ഭഗവതിയുടെ നട്ടെല്ലാണ് എന്നാണ് സങ്കല്പം. അത് ഈ പൂർണ്ണമായ എല്ലാ പൂർണ്ണത ഉള്ള ക്ഷേത്രത്തിന് മാത്രമാണ് കൊടിമരം ഉണ്ടായിരിക്കുള്ളൂ. ഈ വായുവിനെയാണ് കയറ് സൂചിപ്പിക്കുന്നത്. ഉത്സവം എന്ന് പറയുമ്പോൾ ഈ ഒരാഴ്ച ഉത്സവം ആകുമ്പോൾ രഥോത്സവ എന്ത് ചെയ്യുന്നു? ഈ ശ്രീ ഭഗവതിക്ക് കലശങ്ങളെല്ലാം ആടി പ്രത്യേക പൂജകളും ആരാധനകളും നടത്തി ആ ക്ഷേത്ര ചൈതന്യം മതിൽക്കെട്ടിന് പുറത്തേക്ക് പ്രവഹിക്കും. മതിൽക്കെട്ടിന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരും. അതുകൊണ്ടാണ് കൊടിയേറി കഴിഞ്ഞാൽ എല്ലാവരും ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഇനി മഹാഭാരതത്തിലെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു. മഹാഭാരതത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നിരവധി കഥകൾ കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങൾ സംസ്കൃതം. അതായത് ഒരു പ്രഭുവിനെ പോലെ ആജ്ഞാപിക്കുക. അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളോട് ഒരാൾ ഇവിടെ വാടാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകാൻ കൂട്ടാക്കില്ല. കുട്ടിയെ വിളിച്ചോക്കോ, ഇവിടെ വരൂ മോനെ പറഞ്ഞാൽ വരും. അത് മനസ്സിലാക്കിയ മാമുനീശ്വരന്മാർ വേദഗ്രന്ഥങ്ങളിലുള്ള തത്വങ്ങളെ കഥകളാക്കിയിട്ട് എന്ത് ചെയ്തു? 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും സൃഷ്ടിച്ചു. അതിൽ ഈ പുരാണങ്ങൾ ഒരു സുഹൃത്തിനെ പോലെ കഥകളിലൂടെ ആത്മീയത നമ്മളോട് ഉപദേശിക്കുക. അതേസമയം ഇതിഹാസങ്ങൾ, അതായിരിക്കും നിങ്ങളിൽ പലരും കൂടുതൽ രാമായണം അല്ലേ? രാമായണം വായിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ കൂടുതലും കാണാറുള്ളത്. മതി ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ നമ്മളങ്ങോട്ട് ആശ്രയിക്കുക. നമ്മളൊരു ഗ്രന്ഥത്തെ സ്വന്തമാക്കുക. അതൊന്നും ഇല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം എങ്കിലും ആയിരിക്കണം, ഇല്ലെങ്കിൽ അഷ്ടോത്തരെങ്കിലും ദിവസേന 108 നാമെങ്കിലും ജപിക്കണം എന്നാ നമ്മളുടെ ഇഷ്ടദേവതയുടെ. അത് കൃഷ്ണനാവാം, ഭഗവതി ആവാം, ഗണപതി ആവാം, മുരുകനാവാം, ഏതെങ്കിലും ഒരു ദേവനെ. ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട്. പക്ഷേ പ്രകൃതീശ്വരി ഒന്നേ ഉള്ളൂ. ഈ പ്രകൃതീശ്വരി അങ്ങനെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? സൃഷ്ടി സ്ഥിതി പരിപാലനം ചെയ്ത് ഭൂമിയെ, പ്രപഞ്ചത്തെ സംരക്ഷിക്കുക. അപ്പോൾ സൃഷ്ടി സംഹാരം നടത്തുന്നത് ത്രിമൂർത്തികളല്ലേ എന്ന് ചോദിക്കും. ഈ ത്രിമൂർത്തികൾക്ക് സൃഷ്ടി നടത്താൻ, സ്ഥിതി പരിപാലനം നടത്താൻ, സംഹാരം നടത്താൻ പ്രചോദനം നൽകുന്നത് ആരാണ്? ശ്രീ ഭഗവതിയാണ്. അതുകൊണ്ടാണ് മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു എന്ന് രാമായണം പറയുന്നത്. ഈ മായ അല്ലെങ്കിൽ ശക്തി ഇല്ലേ പിന്നെ ഒന്നുമില്ല ഈ പ്രപഞ്ചത്തില്. അതുകൊണ്ടാണ് മായ ഭഗവതി വേണം എങ്കിലേ ഈ പ്രപഞ്ചം ഇതുപോലെ ഇങ്ങനെ നിലനിൽക്കൂ എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് പ്രജ്ഞാലംഘനം അരുത് എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്ന്
ആരുടെയും ഒന്നും അപഹരിക്കരുത്. ഇങ്ങനെ 2 കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥ. മഹാഭാരതത്തില് ഭീഷ്മര് ശരശയ്യയില് ചോരയൊലിക്കുന്ന ശരീരത്തിൽ അങ്ങനെ കിടക്കുക. ആ സമയത്ത് ധർമ്മപുത്രൻ അവിടെ ചെന്നു. രാജാവാകാൻ പോവല്ലേ, ഒരുപാട് സംശയങ്ങൾ അങ്ങനെ ചോദിച്ചു വന്നു. അപ്പൊ ചോദിക്കുകയാണ്, ഹേ ഭീഷ്മപിതാമഹ, നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നാൽ അതിൽ തെറ്റുണ്ടോ? ഇപ്പൊ പറയും നിങ്ങളില്ല, തെറ്റുണ്ടോ? തെറ്റുണ്ട് എന്ന് പറയും. കാരണം ഇപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചു, ഒരു സാധനം തരാട്ടോ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അയാൾ അത് പ്രതീക്ഷിച്ചിരിക്കും ഇല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ധർമ്മപുത്രരെ. അപ്പൊ ഭീഷ്മ പിതാമഹര് പറയാണ്, അത് വലിയ ഒരു പാപമാണ്. എന്ത്? പ്രജ്ഞാലംഘനം വലിയ പാപമാണ്. കാരണം അത് അസത്യം പറഞ്ഞതിന് തുല്യമാണ്. ഒരിക്കലും അസത്യം പറയാത്ത ആളാണ് ആര്? ധർമ്മപുത്രര്. അതെങ്ങനെയാ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. ഇങ്ങനെ പറയുമ്പോൾ നീക്കും മനസ്സിലായില്ലല്ലോ, മനസ്സിലാവാൻ ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രജ്ഞാലംഘനത്തെക്കുറിച്ചും മോഷണം അപഹരണത്തെക്കുറിച്ചും. എന്താ പറഞ്ഞു കൊടുത്തേന്നോ? പണ്ട് ഒരു ശ്മശാനത്തിൽ ഒരു കുരങ്ങനും ഒരു കുറുനരിയും, കുറുനരി എന്ന് പറഞ്ഞാൽ കുറുക്കനും താമസിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ ധർമ്മപുത്രൻ ഇതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. കുറുനരി പറഞ്ഞ കുറുക്കൻ ഒരിക്കലും കുരങ്ങനുമായിട്ട് ചങ്ങാത്തം കൂടില്ലല്ലോ. അപ്പൊ പറയാ, പണ്ട് കാലത്ത്, അതായത് ഇതിനു മുമ്പത്തെ ജന്മങ്ങളില് സുഹൃതികളായിരുന്നു ഇവര്. അവരുടെ സുഹൃതം കൊണ്ടായിരിക്കാം ഇവര് വൈരമില്ലാതെ സുഖമായിട്ട് അവിടെ താമസിച്ചു. ഇതില് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തില് തമ്മിൽ വൈരം കണ്ടാമുണ്ടാത്ത പ്രശ്നമില്ലേ? അതുപോലെ ഒരാളെ കണ്ടാൽ അയാളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഒരു കുടുംബക്ഷേത്രമാണ്, ഒരു കുടുംബക്കാര് വേറൊരു കുടുംബക്കാരുമായിട്ട് ഒരുമില്ലെങ്കിൽ ഇതെന്തെങ്കിലും ഇവിടെ അങ്ങനെ സുന്ദരമായിട്ട് നടക്കുമോ? അവരെ കാണണ്ടേന്ന് വിചാരിക്കും, അതൊരു വിഷമ. ആ ഒരു വിഷമം ആർക്കുണ്ടായിരുന്നില്ല? ഈ കുറുക്കനും കുരങ്ങനും ഉണ്ടായിരുന്നില്ല. അവർ 2 പേരും താമസിക്കുന്നത് എവിടെയാ? ശ്മശാനത്തിലാ. സുഖമായിട്ട് അവിടെ നല്ല സുഹൃത്തുക്കളായിട്ട് താമസിച്ചു പോന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ കുരങ്ങൻ്റെ കറങ്ങലൊക്കെ കഴിഞ്ഞു കുരങ്ങൻ തിരിച്ചു വന്നു. കുരങ്ങൻ എന്താ കഴിക്കാം? പല പഴങ്ങളൊക്കെ അറുത്തെടുത്ത് കഴിക്കും. ഒരു മരത്തൊന്ന് ചാടി അടുത്ത മരത്തേക്ക് കുട്ടികളുടെ സ്വഭാവം. പക്ഷെ കുറുക്കൻ അന്ന് പോയി. രാത്രി മുഴുവൻ അലഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല. പകല് പിന്നെ എന്താ, എല്ലാവരും കോഴിക്കൂട് സമയത്ത് അടച്ചിട്ടുണ്ടാവൂലേ? അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു, ഒന്നും കിട്ടിയില്ല. ഒരു കോഴിയും പിടിക്കാൻ പറ്റിയില്ല. കുറുക്കൻ്റെ ഭക്ഷണം അതാണല്ലോ, ഒരു മാംസവും കിട്ടിയില്ല. അങ്ങനെ തിരിച്ചു വന്നു. കുരങ്ങൻ ആ കൊമ്പത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ഈ കുറുക്കൻ വിശപ്പ് സഹിക്കുന്നില്ല. അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ശ്മശാന ഭൂമിയല്ലേ, ആരോ ഒരു അനാഥ ശവത്തിനെ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് പോയിട്ട് 4-5 ദിവസമായിരിക്കണം. അതിങ്ങനെ അഴുകി നാറി കിടക്കുകയാണ്. സഹിക്കാൻ പറ്റാത്ത മണം. പക്ഷെ ഈ കുരങ്ങനും കുറുക്കനും ഒന്നും അതൊരു പ്രശ്നമല്ലല്ലോ. പതുക്കെ ഈ കുറുക്കൻ ആ ശവത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അത് കടിച്ച് വലിച്ച് കഴിക്കാൻ തുടങ്ങുക. ഇത് കണ്ടപ്പോൾ കുരങ്ങൻ ആ ചില്ലയിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് അടുത്ത് ചെന്ന് ചോദിച്ചു, ഹേ സ്നേഹിത, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഈ അതിനിന്ദ്യമായ അഴുകിയ ഈ മലിനമായ ഭക്ഷണം കഴിക്കാൻ താൻ എന്ത് പാപമാണല്ലോ കഴിഞ്ഞ ജന്മം ചെയ്തത്? മൃഗങ്ങൾക്ക് അറിയാത്രേ അവരുടെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച്. അതാണ് അവർ സാധുക്കളായിട്ട് ഇരിക്കുന്നത്. അവർക്കൊരു പ്രശ്നമില്ലല്ലോ, കുനിട്ടുമില്ല, പോരുമില്ല, അല്ലലുമില്ല, അവലാതിയില്ല. ഈ ഭൂമിനെ അവർ നശിപ്പിക്കൂല. അവർക്ക് കിട്ടിയതേ അവർ കഴിക്കും ഇല്ലേ? മനുഷ്യനോ അങ്ങനെയല്ല. മനുഷ്യൻ എന്തൊക്കെ പ്രശ്നങ്ങളാ? നമ്മുടെ പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരമല്ല, നമ്മുടെ മനസ്സാണ്. ഇവിടെ ഇത് ചോദിച്ചപ്പോൾ കുറുക്കൻ ആ ഭക്ഷണം കഴിക്കലൊന്ന് നിർത്തി തിരിഞ്ഞു നിന്ന് നോക്കി. എൻ്റെ സുഹൃത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പറയാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു പാപം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ നീചയോനിയിൽ വന്ന് ജനിച്ചത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ഒരുപാട് പേര് വിമർശിക്കും യൂട്യൂബിൽ ഇത് കേട്ടാ. പക്ഷേ നീചയോനി എന്ന് പറയാൻ കാരണം എന്താണോ? കുറുക്കൻ്റെ ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും
മോശമായ ജന്മ. കാരണം എന്താ, ഓരോരുത്തർ വലിച്ചെറിയുന്ന മാലിന്യങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത്. പട്ടി പൂച്ച ഒക്കെ നോക്കൂ, അവർക്ക് നല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ യോഗമില്ല. ആകെ ഒരു സുഖം എന്താ, നല്ല ശുദ്ധമായ ഭക്ഷണം അല്ലെ. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സുഖമാണ്. കാരണം എന്താണോ, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാന ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രാണികളുടെ ഉള്ളിൽ ആവേശിച്ചിരിക്കുന്ന വിശപ്പാകുന്നു അർജുന. അതുകൊണ്ട് വിശന്ന് വന്ന് നിൽക്കുന്നവന് നീ ഭക്ഷണം കൊടുത്തോളൂ. ഇതിനും വലിയ ഒരു ദാനം ഇല്ല. ഇവിടെ എന്താ പറയുന്നത്, കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട്. എന്ത് പാപ, എന്ത് തെറ്റാടോ ഇത്ര വലിയ ദുരിതം അനുഭവിക്കാൻ താൻ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ് ഈ കുറുക്കൻ, കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു മനുഷ്യൻ, സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തുനോ, ഭൂമി ദാനം ചെയ്യുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി ഒരു ബ്രാഹ്മണനോട് ഇത്തിരി സ്വത്ത് ദാനം തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ വസ്തു അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചില്ല. അത് കൊടുക്കാമെന്ന് വിചാരിച്ചു, അപ്പൊ നല്ല ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ വസ്തു അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. മനഃപൂർവ്വം അല്ല, എൻ്റെ സാഹചര്യം അതിനെ എന്നെ സമ്മതിച്ചില്ല. പക്ഷേ ഒരു ബ്രാഹ്മണന് ഒരു വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ ബ്രാഹ്മണൻ അഗ്നിയെ പോലെയെന്നാണ്. ഭദ്രകാളി എന്താണെന്നാ പറഞ്ഞത്, വേദങ്ങൾ പറയുന്നു ഭദ്രകാളി പഞ്ചഭൂതങ്ങളിലെ അഗ്നിയാണ്. അതുപോലെ ബ്രാഹ്മണൻ അഗ്നിക്ക് തുല്യമാണ്. ബ്രാഹ്മണന് ഒരാശ കൊടുത്തു. മുത്തശ്ശി എന്താ പറയാ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഇവിടെ ആശ കൊടുത്തു, ആ ഭൂമി ഇത്ര ഏക്കർ സ്ഥലം നിങ്ങൾക്ക് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും വലിയ ദാനമാണ് അത്ര ഭൂമി ദാനം ചെയ്യുന്നതെന്ന് മഹാഭാരതം പറയുന്നുണ്ട്. പിന്നെയാണ് അന്നദാനത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെ ആ ബ്രാഹ്മണൻ അത് ആശിച്ചു, പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. നിരാശയായോ, മനസ്സിൽ നിരാശപ്പെട്ടു. അദ്ദേഹം ശപിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അസത്യം പറഞ്ഞതിന് തുല്യമായി സത്യലംഘനം ചെയ്തു. അതാണ് പ്രജ്ഞാലംഘനം. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറുക്കനായിട്ട് ജനിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ മാലിന്യം നിറഞ്ഞ ശവം ഞാൻ കഴിക്കേണ്ടി വരുന്നത്. കാരണം വേണമെങ്കിൽ എനിക്കിത് കഴിക്കാതിരിക്കാം, പക്ഷേ ഞങ്ങൾ കുറുക്കന്മാർക്ക് വിശപ്പ് കൂടുതലാ, അതുകൊണ്ട് ഇത് കഴിച്ചേ പറ്റൂ. ചില സമയത്ത് കണ്ടില്ലേ, കത്തിയിട്ട് വലിയ വയറ് പറയും കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാലേ. ഇതിൻ്റെ ഉള്ളിൽ എന്താ, ജഠരാഗ്നിയാണ്. നമ്മൾ പറയില്ലേ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് തന്നെ ഇവിടെ പൂജ നടത്തുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കൾ വെച്ചിട്ട് ആ തിരുമേനി പൂജിക്കുക. ചന്ദനം ചാർത്തിയിരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാ. നമ്മുടെ ശരീരത്തിൽ വയറ്റിനുള്ളിൽ അഗ്നി, അതാണ് വയറ് കത്തുണു എന്ന് പറയുന്നത്, വിശക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചില്ലേ, അതാണ് അഗ്നി, പഞ്ചഭൂതങ്ങളിൽ ഒന്ന്. ഇനി കിണ്ടിയും വെള്ളം വയ്ക്കും, ജലം. ദീപം, ധൂപം, പുഷ്പം, പത്രം, ഫലം, തോയം, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മൾ ആരാധന നടത്തുക ശ്രീ ഭഗവതിക്ക്. ഹോമങ്ങൾ നടത്തുന്നത് ദേവതകൾക്കാണ്. പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കൾ, ദ്രവ്യങ്ങളെ വെച്ച് പൂജ നടത്തുന്നത് ശ്രീ ഭഗവതിക്കും. ഇനി ഇങ്ങനെ പറഞ്ഞ സമയത്ത് കുറുക്കൻ ഇത് കഴിക്കുക തന്നെയാ. പക്ഷെ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, കുറച്ചൊക്കെ വിശപ്പൊന്ന് അമർന്നു എന്ന് കണ്ടപ്പോൾ, താനെങ്ങനെയാണല്ലോ വെറും ഒരു കുരങ്ങനായി ജനിച്ചത്? ഒരു മരത്തുനിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി ഈ പഴങ്ങളും ഭക്ഷിച്ച് ചില ദിവസം ഒന്നും കിട്ടാതെ അല്ലേ, ഇത് പഴുത്താലല്ലേ കഴിക്കാൻ പറ്റൂ. അപ്പോൾ പറയാണ്, എനിക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാനേ കഴിഞ്ഞ ജന്മത്തിൽ സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു ബ്രാഹ്മണൻ പൂജിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അഷ്ടിക്ക് വകയില്ല. അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കിട്ടുന്ന പഴവും നെയ്തിച്ചോറും കഴിച്ചാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പുലർത്തുന്നത്. അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് നല്ല വിശപ്പ് തോന്നി. അദ്ദേഹം ആൽത്തറയിൽ വെച്ച് പോയ ഒരു പടലപ്പഴം ഞാൻ മോഷ്ടിച്ചു. ആ പഴം ഞാൻ എടുത്തുകൊണ്ടുപോയി കഴിച്ച കാരണം എന്തായി മാറി, ഞാൻ വീണ്ടും ഒരു കുരങ്ങനായി ജനിച്ചു. കാരണം എന്താ, ഈ പഴങ്ങൾ പറിച്ച് തിന്നൽ തന്നെയാണ് കുരങ്ങൻ്റെ പണി. ഏതായാലും നീ പഴല്ലേ മോഷ്ടിച്ചേ. ആരുടെയാ മോഷ്ടിച്ചേ? ഒരു ബ്രാഹ്മണൻ്റെ. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പൂണൂലിട്ടവരൊക്കെ ബ്രാഹ്മണരാ, അങ്ങനെയല്ല മനസ്സിലാക്കണ്ടേ. നമ്മൾ ജന്മം കൊണ്ട് വെറും മനുഷ്യനാണ്. ജന്മനാൽ ജായതേ മർത്യ, വെറും മനുഷ്യൻ. മർത്യം എന്ന് പറഞ്ഞാൽ മരണമുള്ളവെന്നാ. പിന്നെയോ സംസ്കാരാൽ ഭവേ ദ്വിജ, സംസ്കാരം കൊണ്ട് ദ്വിജനായി മാറുന്നു. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നവനാണ് ബ്രാഹ്മണൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതെല്ലാം നടത്തുന്നുല്ലേ, ഓടി നടന്ന് എല്ലാം ചെയ്യുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ. അവർക്ക് കറക്റ്റായിട്ട് അറിയാം ഏത് സമയത്താണ് ഏത് എല്ലാ കാര്യങ്ങളും എവിടൊക്കെ എത്തിക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് അവർ ചെയ്യുന്നു. അപ്പൊ ആർക്കാ ബ്രഹ്മജ്ഞാനം ഉള്ളത്?
ഈശ്വരീയമായ ചിന്തകൾ. ഞാൻ ആരാണ്, എന്തിനാണ് ഈ ആരാധന, എനിക്ക് ഈ ജീവിതത്തിന് ആത്മീയതയിൽ അടിയുറച്ച ഒരു ആചാരം, ഒരു ഉപാസന ഉള്ളവൻ ശരിക്കും ബ്രാഹ്മണനാണ്. അതുകൊണ്ട് ബ്രാഹ്മണന്റെ പഴം മോഷ്ടിച്ചത് കൊണ്ട് ആരായി, ഞാനൊരു കുരങ്ങനായി ജനിച്ചു. ഇനി ഇങ്ങനെ മരഞ്ചാടി കുരങ്ങായി പഴങ്ങൾ അങ്ങനെ ജന്മം മുഴുവൻ കണ്ടോ, ഒരു തെറ്റേ ചെയ്തുള്ളൂ, ഒരു ജന്മം മുഴുവൻ പഴം കഴിച്ചോന്നായി കിട്ടിയ ഒരു ശാപം പോലെയായി അത്, ബ്രാഹ്മണ ശാപ. അതുകൊണ്ട് അത് അനുഭവിച്ചേ പറ്റൂ. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്, നമ്മൾ ഒരിക്കലും ഒരു വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതിരിക്കരുത്. പ്രജ്ഞാലംഘനം പാപമാണ്. രണ്ടാമത്, നമ്മൾ ആരുടെയും ഒന്നും അപഹരിക്കരുത്. ഇങ്ങനെ രണ്ട് തത്വങ്ങൾ മഹാഭാരതം കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതിപ്പോൾ വയസ്സായവർക്ക് അറിയും, പക്ഷേ കുഞ്ഞു കുട്ടികളുണ്ടാവും, നിങ്ങൾക്ക് ചോറ് ഉണ്ണാൻ കൂട്ടാക്കാതെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുക. പക്ഷെ ഇപ്പം കുട്ടിക്ക് കഥ വേണോ? ഇങ്ങനെ ഒപ്പി ഉടച്ചു കൊടുക്കുമ്പോൾ എന്തേ വേണ്ടു? മൊബൈൽ മതി ഇല്ലേ? നമ്മൾ ഒരു ജീവിതം മാറിപ്പോയത് ആലോചിക്കുക. ഏതായാലും ഒരു ക്ഷേത്രസന്നിധിയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് ഒരു പ്രഭാഷണം നടത്തുക, അതിങ്ങനെ സൈലൻസ് ആയിട്ട് കേട്ടിരിക്കുക, അതിന് വലിയൊരു സുഖം വേറെ ഇല്ല. ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മളെല്ലാവരും ഒരു ജീവിതം കിട്ടി ഇങ്ങനെ ക്ഷേത്ര ആരാധനയും മറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജീവിതം വളരെ ചെറുതാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയ ജീവിതം വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കുക. എന്തിനാ ജീവിതം കിട്ടിയേ? എല്ലാവരും ഇതാ സ്കൂളിൽ പോണു, ജോലിക്ക് പോണു, കല്യാണം കഴിക്കണു, മക്കളാവണു, പിന്നെ മരിച്ചു പോണു ഇല്ലേ? പക്ഷെ 50 വയസ്സ് ആകുമ്പോഴേക്കും നമ്മുടെ ഒരുവിധം പ്രാരബ്ധമൊക്കെ തീർന്ന് നമ്മൾ എന്തായി മാറണം? പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുക പറഞ്ഞാൽ പിന്നെ ഇതിനോട് തോണ്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളെ കാഴ്ച കാണാനോ ഒന്നും വലിയ താല്പര്യം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കും. കാരണം എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഒരാളുണ്ട്, പുറത്തും ഒരാളുണ്ട്. നമ്മളുടെയൊക്കെ കൂടെ രണ്ടാൾ നടക്കുന്നുണ്ട്. ഒന്നാരാ? ഈ ശ്രീലകത്തിരിക്കുന്ന ഭഗവതി നമ്മുടെ ഉള്ളിൽ, തേരിനുള്ളിൽ ആ ശ്രീ ഭഗവതിയെ പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഭഗവതി അകത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുറത്താരാ? നമ്മുടെ പിന്നാലെ കലാഹിനാപരിഗ്രസ്തമാം കാലമാകുന്ന അഹി എന്ന് പറഞ്ഞ പാമ്പ്, ആ കാലമാകുന്ന പാമ്പ് നമ്മളുടെ പിന്നാലെ മരണമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള മരണത്തെ അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അകത്തുള്ള ആ ഈശ്വരാരാധന. രമണ മഹർഷി പറഞ്ഞുത്രേ, ഇങ്ങനെ കയ്യിൽ ഒരു മുഴ ക്യാൻസറാ, അപ്പോൾ അനസ്തേഷ്യ തരണോ? വേണ്ട പറഞ്ഞുത്രേ. ധ്യാനത്തിനും കൂടി ഇരുന്നു കീറിക്കൊള്ളാൻ പറഞ്ഞു. നമുക്ക് കഴിയോ? ഇല്ല. അങ്ങനെ രമണ മഹർഷിയെ പോലെ, വിവേകാനന്ദ സ്വാമിയെ പോലെ നമ്മൾ എങ്ങനെ ഉയർന്ന് നമ്മൾ ആത്മാവ് മാത്രമാണ്, ഈ ശരീരമല്ല എന്ന ബോധത്തിലേക്ക് ഉയർന്നു വരണം. അപ്പം എന്തായി? പിന്നെ ഒന്നിനെയും പേടിക്കണ്ട. മരണത്തിന് പിന്നെ പേടിയുണ്ടാവുമോ? ഭാഗവതം സമർപ്പിക്കുമ്പോൾ എന്താ പറയുന്നത്? ശ്രീ സുഖബ്രഹ്മർഷി കഥകൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു. എത്ര കഥകൾ കേട്ടു? 7 ദിവസം 24 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു, 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയാണ് ശ്രീ സുഖബ്രഹ്മർഷി, മതി, എനിക്ക് മതിയായി, കഥയൊക്കെ കേട്ട് മതിയായി. അപ്പൊ പറഞ്ഞു ശ്രീ സുഖബ്രഹ്മർഷി, ഹേ പരീക്ഷിത് മഹാരാജാവേ, അങ്ങേക്ക് വേണമെങ്കിൽ സർവജ്ഞനായി കുറച്ചു കാലം കൂടി ജീവിക്കാം. കാരണം ആ തക്ഷകൻ വരുന്ന വഴിക്ക് ഒരാലിന് കൊത്താൻ പറഞ്ഞു. ആലിന് എല്ലാ ഇലകളും ഉണങ്ങി, ആൽമരം ഉണങ്ങി. അത്രയും ശക്തിയാ തക്ഷകന്റെ വേഷത്തിന്. ആ തക്ഷകനാ വന്ന് കൊത്താൻ പോണേ, ഉറപ്പാ മരിക്കും 7 ദിവസം കഴിഞ്ഞ. പക്ഷേ കശ്യപ മഹർഷി കമണ്ഡലിൽ നിന്ന് വെള്ളം തളിച്ചപ്പോൾ അത് തളർത്ത് വന്നു. അതുകൊണ്ട് വിഷം ഇറക്കാൻ കഴിവുള്ള സന്യാസിവര്യന്മാരുണ്ട്. അങ്ങേക്ക് വേണമെങ്കിൽ സർവജ്ഞനായി കുറച്ചു കാലം കൂടി ജീവിക്കാം. ഭാഗവതമൊക്കെ മുഴുവനും കേട്ടാൽ പിന്നെ ഇനി ഒന്നും അറിയാനില്ല എന്നാ. അപ്പം എന്താ പറഞ്ഞെന്നോ? വടക്കോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. വേണ്ട, ഈ മനസ്സിനെ ഭഗവാനിൽ വെച്ചുകൊണ്ട് ശരീരം വിടാൻ ഞാൻ തയ്യാറാണ്. ശ്രീ സുഖബ്രഹ്മർഷി, തക്ഷകൻ വന്നോട്ടെ, ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, ഈശ്വര കഥകളിലൂടെ പോകുമ്പോൾ തത്വങ്ങൾ അറിഞ്ഞ് ഞാൻ എന്തിന് ജനിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബക്ഷേത്രം? നിങ്ങളുടെ ഭാഗ്യ. കാരണം എത്രയോ വ്യക്തികൾ വിളിച്ചിട്ട് പറയും ഒരു ആരാധനാമൂർത്തിയൊക്കെ ഉണ്ട്, കുടുംബദേവത പരദേവത ഭുവനേശ്വരിയാണ്, പക്ഷെ ഒരിക്കലെങ്കിലും പൂജയ്ക്ക് ടീച്ചറെ കുടുംബത്തിൽ എല്ലാവരും കൂടിയിട്ടില്ല.
ഇതിപ്പോൾ ഒരുപാട് പേര് കൂടിയില്ലേ, കാരണം അവർ തമ്മിൽ വൈരാണ്. പണ്ടൊരു സിനിമയിൽ ചോദിച്ചില്ലേ ജഗതിയോടെ, എന്താ ഇവർ തമ്മിൽ ഇത്രയും ശത്രുത ഉണ്ടാവാൻ കാരണം എന്നപ്പോൾ പറഞ്ഞുത്രേ, ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ചു അതെന്നേന്ന്. അതില്ലാലോ, നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു സാധാരണ അമ്പലത്തിൻ്റെ അതിലും വലിപ്പം തോന്നി എനിക്ക്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കുറേ ഉണ്ട്. നിങ്ങൾ നല്ലൊരു കൂട്ടായ്മയോടുകൂടി രുദ്രമാല അല്ലേ, രുദ്രം എന്ന് പറഞ്ഞാൽ ചോര നിണം നിറഞ്ഞു നിൽക്കുക, രുദ്രമാല എന്ന് താഴെ ഞാൻ വായിച്ചു. ഏതായാലും മഹാദേവൻ തന്നെയാണ് ശ്രീഭദ്ര. ഭദ്രം കരോതി ഇതി ഭദ്രകാളി. എല്ലാം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ ഭഗവതി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി എന്തേ വേണ്ടൂ? ആരാധന അങ്ങോട്ട് നടത്തുക, നാമജപങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ നാട്ടിലുള്ളവരെ കൂട്ടമായി ഇരുന്നിട്ട്, നിലത്തിരിക്കരുത്, പുല്ലായ കെട്ടിയിരിക്കുക, ഒരു 10 പുല്ലായൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, സഹസ്രനാമം, ലളിതാ സഹസ്രനാമത്തെ ആശ്രയിച്ചാൽ വേറെ ഒന്നും വേണ്ട. കാരണം അമ്മയോളം കരുണാമയിയായിട്ട് ആരും ഇല്ല. നമ്മളങ്ങോട്ട് വിളിക്കേ വേണ്ടൂ, ഒരു തവണയല്ല, കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടും. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലിരുന്ന് വായിച്ചാൽ പോരെ. ഈ വീടിനേക്കാൾ ഒന്നുകൂടി പവിത്ര എത്രയായാലും എന്താ ഈ ക്ഷേത്രാന്തരീക്ഷം. അതിന് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായില്ലോ, എല്ലാവരും കൂടി ഇവിടെ വന്ന്. അപ്പോൾ ആ കുടുംബത്തിലുള്ളതാണെന്നറിയാതെ നിങ്ങളിൽ ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, എൻ്റെ സത്സംഗം കുടുംബത്തിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആത്മീയ സംസ്കാരം ഉള്ള നിങ്ങൾക്ക് ഭഗവതിയുടെ അനുഗ്രഹം കിട്ടിയതാണ് കുടുംബക്ഷേത്രം. എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ കൂടുമ്പോൾ ഇമ്പല്ലേ, ആ കുടുംബം തകർന്നു എന്ന് തന്നെ കൂട്ടിക്കോളും. പിന്നെ എന്തേ ഉള്ളൂ, പിന്നെ ഒറ്റയ്ക്കുള്ള ഭജനയല്ലേ. അതല്ല, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ ഭജൻസ് ചൊല്ലാറുണ്ടോ, ഭജന ഉണ്ടാവാറുണ്ടോ? വെള്ളിയാഴ്ചകളിൽ, വെള്ളി ശക്തിയുടെ ദിവസമാണ്, നട്ടുച്ച ഞാൻ പറഞ്ഞില്ലേ ജ്യേഷ്ഠായാമം, അത് വേണ്ട നമുക്ക്. സന്ധ്യയുടെ പ്രത്യേകത എന്താ? രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധിക്കുന്നത് രാവും പകലും. ആ സന്ധ്യാസമയത്ത് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ചൊല്ലുക. എന്താ പറഞ്ഞത്? ഭദ്രം കരോതി ഇതി ഭദ്രകാളി. ഭദ്രമായ കാലമേകി കാക്കണേ, തൃപ്പദത്തിൽ വീണിടുന്നുമായേ, അമ്മേ മഹാമായേ, ആദി പരാശക്തി, ദേവി ദയാമയേ, വിജ്ഞാനദായിനി. നിങ്ങൾ ചൊല്ല. സുഖായില്ലേ? ഉറക്കൊക്കെ പോയില്ലേ? ഭജന കേട്ടപ്പോ അതാണ് ആ കാറ്റിങ്ങനെ അടിച്ച് നമ്മളെ മനസ്സിങ്ങനെ ലയിക്കൂത്രേ. അപ്പോഴാണ് ഇങ്ങനെ അടിച്ചാൽ നമ്മൾ അങ്ങോട്ട് ലയിച്ചു അതിലേക്ക് എന്നുള്ളതിന് സത്യമാണത്. അങ്ങനെ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഭഗവതി സുരഗുണനിധി തവ കഴിയണ ശരണം ശിവസുതയുടെ ചരണയുഗളമടിയനൊരഭയം, ആ സമർപ്പണം, പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി നിങ്ങൾ ഒരുപാട് തവണ വിളിക്കുമ്പോൾ ഇതൊന്നുമല്ല ഇനിയും ഉയരാൻ കഴിയും, നേതി നേതി, ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് ഭഗവതി നിങ്ങളുടെ കുടുംബത്തെ അവിടെ ഐശ്വര്യം, എല്ലാ തരത്തിലും ഐശ്വര്യം വർദ്ധിപ്പിക്കും. അതിനുവേണ്ടി ഭഗവതി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമൊന്നുമില്ല. ഇനി പറഞ്ഞ ഒരു 10 മണിക്ക് കേൾക്കാം അല്ലേ? സമർപ്പിക്കട്ടെ, ഞാൻ സമർപ്പിക്കട്ടെ. ഏതായാലും കൂടുമ്പോൾ ഇമ്പമുള്ളതാകട്ടെ എല്ലാവരുടെയും കുടുംബം. അതാണ് നമ്മുടെ മനസ്സിന് ശാന്തിയില്ലേ, പിന്നെ ഒന്നും ശരിയാവില്ല. മനസ്സ് ശരിയായോ എല്ലാം നന്നായി. സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ NSSകാർ പറയും മനസ്സ് നന്നാവട്ടെ. എല്ലാവരുടെയും മനസ്സ് നന്നാവണമെങ്കിൽ എന്ത് വേണം? ഈശ്വരീയമായ വിചാരം വേണം. കാരണം ഇവിടെ ഈശ്വരൻ പരമേശ്വരി ഇരുന്നാലേ ഉള്ളൂ എന്താവുക, അതെല്ലാം ഭദ്രമായി മാറുക. മറ്റത് വലിയ സങ്കടം, എല്ലാവരോടും കൂടുമ്പോൾ ഇമ്പം ഇല്ലാതായി കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിനാണ് ആദ്യം അനുഗ്രഹം വേണ്ടത്. ശ്രീഭദ്ര തട്ടകത്തമ്മ അല്ലേ, എന്താ രുദ്രമാല ഭഗവതിയെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന നോട്ടീസിൽ എഴുതി കണ്ടു. നിങ്ങളെയല്ല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഒരുപാട് സത്സംഗങ്ങൾ ഇനിയും നടക്കട്ടെ. ഹരി കൃഷ്ണ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി.
ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിൻ മഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.